ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിദീർഷദാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഇന്ന് വൈശാഖ പൂർണിമ, ബുദ്ധപൂർണിമ എന്നും പറയും. ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു ദിവസം. എല്ലാവർക്കും ഭഗവാന്റെ തന്നെ അവതാരമായി കണക്കാക്കപ്പെടുന്ന ബുദ്ധദേവൻ്റെയും അതുപോലെ ലളിതാ പരമേശ്വരിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ഓം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധം 53-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. രുക്മിണി സ്വയംവര കഥ തുടരുകയാണ്. 52-ാം അധ്യായത്തിലാണ് ആരംഭിച്ചത്. അവസാനം നമ്മൾ രുക്മിണിയുടെ ഭഗവാനോടുള്ള നിവേദനം സന്ദേശരൂപത്തിൽ ബ്രാഹ്മണൻ ഭഗവാന് മുമ്പിൽ വായിച്ച് കേൾപ്പിച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ച ആ ഭാഗം വിശദമായി കണ്ടു. നമുക്ക് 53-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഭഗവാൻ തന്നെ വരിച്ച രുക്മിണിയെ തന്നോട് ചേർക്കാനായിക്കൊണ്ട് ഉടനെ തന്നെ പുറപ്പെടുകയാണ്. ഏകനായിട്ട്, ഏകൻ എന്ന് പറഞ്ഞാൽ വന്ന ബ്രാഹ്മണനെയും കൂട്ടി തിരിച്ച് വിദർഭ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കുണ്ടിനം എന്ന പുരത്തിലേക്ക് ഭഗവാൻ പോകുന്നു. ഭഗവാൻ പോയതറിഞ്ഞ് ബലരാമസ്വാമിയും ഒരു സൈന്യവും പുറകെ പോകുന്നുണ്ട്. രുക്മിണീ ദേവി അവിടെ ഭഗവാനെ വരുന്നതറിയാൻ കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ. ദൂതനായ ബ്രാഹ്മണനെയും പോയിട്ട് കാണാനില്ലല്ലോ എന്നുള്ളൊരു പരിഭ്രമത്തോടുകൂടെ രാത്രി ഉറങ്ങാതെ കാത്തു നിൽക്കുമ്പോഴാണ് നേരം പുലരാറാവുന്ന സമയത്തേക്ക് ഭഗവാനും ബ്രാഹ്മണനും അവിടെ എത്തിച്ചേരുന്നതും ബ്രാഹ്മണൻ ചെന്ന് രുക്മിണിയോട് അറിയിക്കുന്നതും. അതിനെ തുടർന്ന് പിന്നെ ആ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളും ചടങ്ങുകളും ഹോമങ്ങളും പൂജകളും ഒക്കെ വർണ്ണിക്കുന്നുണ്ട്. ദേവി അംബികാലയത്തിലേക്ക് കുലദേവതയെ തൊഴാനായിട്ട് പോകുന്ന യാത്ര വർണ്ണനമുണ്ട്. അവിടുന്ന് പൂജാദികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നതായിട്ടുള്ള ദേവിയെ ഭഗവാൻ അപഹരിക്കുന്നതും ഈ അധ്യായത്തിൽ തന്നെയാണ്. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് ഭഗവാൻ ദേവിയെ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുമ്പോൾ കൈപിടിച്ച് തൻ്റെ രഥത്തിൽ കയറ്റിക്കൊണ്ടുവരുന്നത്. അതിനെ തുടർന്നുണ്ടാവുന്ന യുദ്ധം മുതലായതൊക്കെ അടുത്ത അധ്യായത്തിലാണ് വർണ്ണിക്കുക. ആ യുദ്ധത്തിൽ എല്ലാവരെയും ജയിച്ച് ഭഗവാൻ വീണ്ടും ഈ രുക്മിണിയെ ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന് ദ്വാരകയിൽ വെച്ച് വിധിപ്രകാരം നല്ല മുഹൂർത്തത്തിൽ ഗംഭീരമായിട്ട് ഭഗവാന്റെ രുക്മിണിയുമായിട്ടുള്ള വിവാഹം നടത്തുന്നു. അതോടുകൂടിയിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ അത് വളരെ വിശദമായിട്ടാണ് 2 അധ്യായങ്ങൾ ഇനിയും തുടരുന്നത്. നമുക്ക് 53-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 53-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. വൈദർഭ്യാസതു സന്ദേശം നിശമ്യ യദുനന്ദനഃ പ്രഗൃഹ്യ പാണിനാ പാണിം പ്രഹസന്നിദമബ്രവീത്. ശ്രീഭഗവാനുവാച. തദാഹമപി തച്ഛിത്തോ നിദ്രാം ച ന ലഭേ നിശി
വേദാഹം രുക്മിണാ ദ്വേഷാത് മമോദ്വാഹോ നിവാരിതഃ താമാനൈഷ്യ ഉന്മധ്യ രാജന്യാപസദാൻ മൃധേ മത്പരാം അനവദ്യാംഗീം ഏതസോഗ്നിശിഖാമിവ. ശ്രീശുക ഉവാച ഉദ്വാഹക്ഷം ച വിജ്ഞായ രുക്മിണ്യാ മധുസൂദനഃ രഥഃ സംയുജ്യതാമാശു ദാരുകേത്യാഹ സാരഥിം. സ ചാശ്വൈ ശൈബ്യസുഗ്രീവമേഘപുഷ്പബലാഹകൈഃ യുക്തം രഥമുപാനീയ തസ്ഥൗ പ്രാഞ്ജലിരഗ്രതഃ. ആരുഹ്യ സ്യന്ദനം ശൗരിഃ ദ്വിജമാരോപ്യ തൂർണകൈഃ ആനർത്താദേകരാത്രേണ വിദർഭാൻ അഗമദ്ഹയൈഃ. രാജാ സകുണ്ഡിനപതിഃ പുത്രസ്നേഹവശം ഗതഃ ശിശുപാലായ സ്വാം കന്യാം ദാസ്യൻ കർമാണ്യകാരയത്. പുരം സംമൃഷ്ട സംസിക്തമാർഗരഥ്യാ ചതുഷ്പദം ചിത്രധ്വജപതാകാഭിഃ തോരണൈഃ സമലംകൃതം. സ്രഗ്ഗന്ധമാല്യാഭരണൈർവിരജോംബരഭൂഷിതൈഃ ജുഷ്ടം സ്ത്രീപുരുഷൈः ശ്രീമദ്ഗൃഹൈः അഗരുദൂപിതൈः. പിതॄൻ ദേവാൻ സമഭ്യർച്ച്യ വിപ്രാംശ്ച വിധിവൻ നൃപ ഭോജയിത്വാ യഥാന്യായം വാചയാമാസ മംഗളം. സുസ്നാതാം സുതതീം കന്യാം കൃതകൗതുകമംഗളാം അഹതാം ശുഗയുഗ്മേന ഭൂഷിതാം ഭൂഷണോത്തമൈഃ. ചക്രുഃ സാമർഗ്യജുർമന്ത്രൈർവധ്വാ രക്ഷാം ദ്വിജോത്തമാഃ പുരോഹിതോ അഥർവവിദ്വൈ ജുഹാവ ഗ്രഹശാന്തയേ. ഹിരണ്യരൂപ്യവാസാംസി തിലാംശ്ച ഗുണമിശ്രിതാൻ പ്രാദാബ്ധേനോശ്ച വിപ്രേഭ്യോ രാജാ വിധിവിതാം വരഃ. ഏവം ചേതിപതി രാജാ ദമഘോഷസുതായ വൈ കാരയാമാസ മന്ത്രജ്ഞൈഃ സർവമഭ്യുദയോചിതം. മദച്യുദ്ഭിർഗജാനീകൈഃ സ്യന്തനൈർഹേമമാലിഭിഃ പത്യശ്വ സങ്കുലൈഃ സൈന്യൈഃ പരീതകുണ്ഡിനം ജയൗ. തം വൈ വിദർഭാധിപതിഃ സമഭ്യേത്യാഭിപൂജ്യ ച നിവേശയാമാസ മുദാ കൽപ്പിതാന്യനിവേശനെ. തത്ര സാൽവോ ജരാസന്ധോ ദന്തവക്ത്രോ വിദൂരതഃ ആജഗ്മുശ്ചൈദ്യപക്ഷീയാഃ പൗണ്ഡ്രകാദ്യാഃ സഹസ്രശഃ. കൃഷ്ണരാമദ്വിഷോ യത്താഃ കന്യാം ചൈദ്യായ സാധിതും യദ്യാഗത്യ ഹരേത് കൃഷ്ണോ രാമാദ്യൈര്യദുഭിർവൃതഃ. യോത്സ്യാമ സംഹതാസ്തേന ഇതി നിശ്ചിതമാനസാഃ ആജഗ്മുർഭൂഭുജഃ സർവേ സമഗ്രബലവാഹനാഃ. ശ്രുത്വൈതദ്ഭഗവാൻ രാമോ വിപക്ഷീയ നൃപോദ്യമം കൃഷ്ണം ചൈകം ഗതം ഹർത്തും കന്യാം കലഹശങ്കിതഃ. ബലേന മഹദാ സാർദ്ധം ഭ്രാതൃസ്നേഹ പരിപ്ലുതഃ ത്വരിതഃ കുണ്ഡിനം പ്രാഗാത് ഗജാശ്വരഥപത്തിഭിഃ. ഭീഷ്മകന്യാവരാരോഹ കാംക്ഷന്ത്യാഗമനം ഹരേഃ പ്രത്യാപത്തിമപശ്യന്തി ദ്വിജസ്യാ ചിന്തയത്തദാ. അഹോ ത്രിയാമന്തരിത ഉദ്വാഹോ മേ അൽപരാദസഃ. നാഗച്ഛത്യരവിന്ദാക്ഷോ നാഹം വേദ്മ്യത്ര കാരണം സോപി നാവർത്തതേദ്യാപി മത്സന്ദേശഹരോ ദ്വിജഃ. അപി മയി അനവദ്യാത്മാ ദൃഷ്ട്വാ കിഞ്ചിത് ജുഗുപ്സിതം മത്പാണിഗ്രഹണേ നൂനം നായാദിഃ കൃതോദ്യമഃ. ദുർഭഗായാ നമേ ദാദാ നാനുകൂലോ മഹേശ്വരഃ. ദേവീ വാ വിമുഖാ ഗൗരീ രുദ്രാണി ഗിരിജാ സതി ഏവം ചിന്തയതി ബാലാ ഗോവിന്ദഹൃതമാനസാ. ന്യമീലയത കാലജ്ഞാ നേത്രേ ചാശ്രുകലാകുലേ. ഏവം ബദ്ധ്വാ പ്രതീക്ഷന്ത്യാ ഗോവിന്ദാഗമനം നൃപ. വാമഊരുർഭുജോ നേത്രമസ്ഫുരൻ പ്രിയഭാഷിണഃ അത കൃഷ്ണവിനിർദിഷ്ടഃ സ ഏവ ദ്വിജസത്തമഃ. അന്തഃപുരചരീം ദേവീം രാജപുത്രീം ദദർശഃ സാ തം പ്രഹൃഷ്ടവദനം അവ്യഗ്രാത്മഗതിം സതീ ആലക്ഷ്യ ലക്ഷണാഭിജ്ഞാ സമപൃച്ഛത് ശുചിസ്മിതാ. തസ്യാ ആവേദയത് പ്രാപ്തം ശശംസയതു നന്ദനം ഉക്തം ച സത്യവചനം ആത്മോപനയനം പ്രതി
തമാഗതം സമാജ്ഞായ വൈദർഭീ ഹൃഷ്ടമാനസാ ന പശ്യന്തി ബ്രാഹ്മണായ പ്രിയമന്യം നനാമസാ പ്രാപ്തൗ ശ്രുത്വാ സ്വദുഹിദുഃ ഉദ്വാഹ പ്രേക്ഷണോത്സുകൗ അവ്യയാത്തൂര്യഘോഷേണ രാമകൃഷ്ണൗ സമർഹണൈഃ മധുപർക്കമുപാനീയ വാസാംസി വിരജാംസി സഹ ഉപായനാന്യഭീഷ്ടാനി വിധിവത് സമപൂജയത് തയോർനിവേശനം ശ്രീമത് ഉപകൽപ്യ മഹാമതിഃ സസൈന്യയോഃ സാനുഗയോഃ ആദിത്യം വിദധേയതാം ഏവം രാജ്ഞാം സമേതാനാം യഥാ വീര്യം യഥാ വയഃ യഥാ ബലം യഥാ വിത്തം സർവൈഃ കാമൈഃ സമർഹയത് കൃഷ്ണമാഗതമാകർണ്യ വിദർഭപുരവാസിനഃ ആഗത്യ നേത്രാഞ്ജലിഭിഃ പപുസ്തന്മുഖപങ്കജം അസ്യൈവ ഭാര്യാ ഭവിതും രുക്മിണ്യർഹതി നാപരാ അസൗ അപി അനവദ്യാത്മാ വൈഷ്മ്യാഃ സമുചിതഃ പതിഃ കിഞ്ചിത് സുചരിതം യം നഃ തേന തുഷ്ടസ്ത്രിലോകഗത അനുഗൃഹാതു ഗൃഹാതു വൈദർഭ്യാ പാണിമച്യുതഃ ഏവം പ്രേമകലാബദ്ധാ വദന്തി സ്മ പുരൗകസഃ കന്യാചാന്ദഃ പുരാത് പ്രാഗാത് ബടൈർഗുപ്താംബികാലയം പദ്ഭ്യാം വിനിര്യയൗ ദ്രഷ്ടും ഭവാന്യാഃ പാദപല്ലവം സാ ചാനുധ്യായതി സമ്യക് മുകുന്ദചരണാംബുജം യതവാങ്മാതൃഭിഃ സാർദ്ധം സഖീഭിഃ പരിവാരിതാ ഗുപ്താ രാജഭടൈഃ ശൂരൈഃ സന്നദ്ധൈരുദ്യതായുധൈഃ മൃദംഗശംഖപണവാഃ തൂര്യഭേര്യശ്ച ജഗ്നിരേ നാനോപഹാരബലിഭിഃ വാരമുഖ്യാः സഹസ്രശഃ സ്രഗ്ഗന്ധവസ്ത്രാഭരണൈഃ ദ്വിജപത്ന്യः സ്വലംകൃതാः ഗായന്തശ്ച സ്തുവന്തശ്ച ഗായകാ വാദ്യവാദകാः പരിവാര്യ വധൂം ജഗ്മുഃ സൂതമാഗധവന്ദിനഃ ആസാദ്യ ദേവീ സദനം ധൗതപാദകരാംബുജ ഉപസ്പൃശ്യ ശുചിഃ ശാന്താ പ്രവിവേശാംബികാന്തികം താം വൈ പ്രവയസോ ബാലാം വിധിജ്ഞാ വിപ്രയോഷിതഃ ഭവാനീം വന്ദയാഞ്ചക്രുഃ ഭവപത്നീം ഭവാന്വിതാം നമസ്യേ ത്വംബികേ ഭീക്ഷ്ണം സ്വസന്ധാനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണഃ തദനുമോദതാം നമസ്യേ ത്വംബികേ ഭീക്ഷ്ണം സ്വസന്ധാനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണഃ തദനുമോദതാം നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്ധാനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണഃ തദനുമോദതാം അദ്ഭിർഗന്ധാക്ഷതൈർധൂപൈഃ വാസസ്രങ്മാല്യഭൂഷണൈഃ നാനോപഹാരബലിഭിഃ പ്രദീപാവലിഭിഃ പൃഥക് വിപ്രസ്ത്രിയഃ പതിമതീഃ തദാ തൈഃ സമപൂജയത് ലവണാഭൂപതാംബൂല കണ്ഠസൂത്രബലേക്ഷുഭിഃ തസ്യൈ സ്ത്രിയസ്താഃ പ്രദദുഃ ശേഷാം യുയുജുരാശിഷഃ താഭ്യോ ദേവ്യൈ നമശ്ചക്രേ ശേഷാം ച ജഗൃഹേ വധൂഃ മുനിവ്രതമദത്യക്ത്വാ നിശ്ചക്രാമാംബികാഗൃഹാത് പ്രഗൃഹ്യ പാണിനാ ഭൃത്യാം രത്നമുദ്രോപശോഭിനാം താം ദേവമായാമിഹ വീരമോഹിനീം സുമധ്യമാം കുണ്ഡലമണ്ഡിതാനനാം ശ്യാമാം നിതംബാർപ്പിതരത്നമേഖലാം വ്യഞ്ജൽസ്തനീം കുന്തളസംഗിദക്ഷണാം ശുചിസ്മിതാം ബിംബബലാധരദ്യുതിശോണായമാനദ്വിജകുന്ദകുഡ്മളാം പദാചലന്തീം കളഹംസഗാമിനീം ശിഞ്ചത്കലാനൂപുരധാമശോഭിനാം വിലോക്യ വീരാമുമുഹുഃ സമാഗതാഃ യശസ്വിനസ്തത്കൃതഹൃത്സയാർദിതാഃ യാം വീക്ഷ്യത്തെ നൃപതയസ്തദുദാരഹാസവ്രീഡാവലോകഹൃതചേതസ ഉജ്ജിതാസ്ത്രാഃ പേദുക്ഷിതൗ ഗജരഥാശ്വഗദാ വിമൂഢാഃ യാത്രാച്ഛലേന ഹരയേർപ്പയതീം സ്വശോഭാം സൈവം ശനൈശ്ചലയതി ചലപദ്മകോശൗ
പ്രാപ്തിം തദാ ഭഗവതഃ പ്രസമീക്ഷമാണാ ഉത്സാര്യ വാമകരജൈർ അളകാനപങ്കൈഃ പ്രാപ്താൻ ഹ്രിയൈക്ഷത നൃപാൻ ദദൃശേച്യുതം സാ താം രാജകന്യാം രഥമാരുരുക്ഷതീം ജഹാര കൃഷ്ണോദ്വിഷദാം സമീക്ഷതാം രഥം സമാരോപ്യ സുപർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തതോ യയൗ രാമപുരോഗമൈശനൈഃ ശൃഗാലമദ്യാദിവ ഭാഗഹൃദ്ഹരിഃ തം മാനിനഃ സ്വാഭിഭവം യശക്ഷയം പരേ ജരാസന്ധവശാനസേഹിരേ അഹോ ദിഗസ്മാൻ യശ ആത്തധന്വനാം ഗോപൈർഹൃതം കേസരിണാം മൃഗൈരിവ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണീ ഹരണം നാമ 53-തമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. രുക്മിണി ഹരണം എന്ന ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. രുക്മിണി സ്വയംവരം വളരെ വിസ്തരിച്ച് 2.5 അധ്യായങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുന്നു. അതിൽ ആദ്യ ഭാഗം നമ്മൾ വ്യാഖ്യാനിച്ച് കഴിഞ്ഞു. അതിലവസാന ഭാഗം രുക്മിണിയുടെ സന്ദേശം ഭഗവാനെ അറിയിച്ചത്, രുക്മിണിയുടെ പരിപൂർണമായിട്ടുള്ള സമർപ്പണം. ഭഗവാൻ തന്നെ വന്ന് കൊണ്ടുപോയില്ലെങ്കിൽ തന്നെ ശിശുപാലാദികൾക്ക് കൊടുക്കില്ല, ഭഗവാന് തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഭഗവാൻ വന്ന് കൊണ്ടുപോകാതിരുന്നാൽ അത് ഭഗവാന് തന്നെയാണ് നാണക്കേട്. സിംഹത്തിൻ്റെ ഭാഗം കുറുക്കൻ തട്ടിക്കൊണ്ടുപോയ പോലെയാവും. അതിന് ഞാൻ ഇടവയ്ക്കില്ല. ഞാൻ ജന്മജന്മാന്തരങ്ങളെടുത്ത് തപസ്സുകൊണ്ട് എൻ്റെ ശരീരത്തെ, എൻ്റെ പ്രാണനെ ക്ഷയിപ്പിച്ചിട്ട് ഭഗവാനെ തന്നെ പ്രാപിക്കുന്നത് വരെ എൻ്റെ പ്രയത്നം തുടരും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് വരേണ്ടത്, എപ്പോഴാണ് വരേണ്ടത്, എവിടെ വെച്ചാണ് കാണേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എല്ലാ പ്ലാനുകളും അല്ലെ, ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ രുക്മിണീ ദേവി തന്നെ ഭഗവാന് തൻ്റെ പരിഭ്രമം കൊണ്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു. സർവജ്ഞനായിട്ടുള്ള ഭഗവാന് അറിയാത്തതൊന്നുമല്ല, എങ്കിലും ഇത് തൻ്റെ ആവശ്യമായതുകൊണ്ട് അത് പറയാതിരിക്കാനാവുന്നില്ല. ഇനിയിപ്പോൾ താൻ പറയാതിരുന്നിട്ട് ഭഗവാൻ എന്തെങ്കിലും ചെയ്യാതിരുന്നാലോ. അതുകൊണ്ട് രുക്മിണീ ദേവി തൻ്റെ ഉള്ളിലുള്ളത് തുറന്ന് എല്ലാം പറയും. അപ്പം അങ്ങനെയുള്ള ഭഗവാന്റെ രുക്മിണിയുടെ സന്ദേശം ഭഗവാനെ അറിയിച്ച് ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഇനി അങ്ങയുടെ ഉചിതം പോലെ വിചാരം ചെയ്ത് നിശ്ചയിക്കുക, എന്താ വേണ്ട വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ തൻ്റെ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ചു. ഇനിയിപ്പോൾ ഭഗവാനാണ് പന്ത് തട്ടേണ്ടത് അല്ലേ. ഭഗവാന്റെ കോർട്ടിലേക്ക് ബ്രാഹ്മണൻ പന്ത് തട്ടിയിട്ട് കൊടുത്തു. ഇനി കളിക്കേണ്ടത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു എന്നൊക്കെയാണ് ഈ അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് വായിച്ചത്. ആ രുക്മിണിയുടെ രാജധാനിയായ കുണ്ടിനത്തിൽ ഭഗവാൻ ചെല്ലുന്നതും അവിടെ രുക്മിണിയുടെ പിതാവായ ഭീഷ്മക രാജാവ് ഭഗവാനെ സൽക്കരിക്കുന്നതും തുടർന്നുണ്ടായ വിവാഹ ഒരുക്കങ്ങളും എല്ലാം വർണ്ണിച്ചു. അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുന്നതായിട്ടുള്ള ദേവിയെ ഭഗവാൻ രഥത്തിലേക്ക് കൈപിടിച്ച് കയറ്റി തട്ടിക്കൊണ്ടുപോകുന്നത് വരെയാണ് വായിച്ചത്. അതിനെ വിസ്തരിച്ച് നമുക്ക് ഓരോ ശ്ലോകമായിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് 53-തമോധ്യായഃ.
ശ്രീശുക ഉവാച വൈദർഭ്യാസതു സന്ദേശം നിശമ്യ യദുനന്ദനഃ പ്രഗൃഹ്യ പാണിനാ പാണിം പ്രഹസന്നിദമബ്രവീത്. ശ്രീശുക ഉവാച വൈദർഭ്യാസതു സന്ദേശം നിശമ്യ യദുനന്ദനഃ പ്രഗൃഹ്യ പാണിനാ പാണിം പ്രഹസന്നിദമബ്രവീത്. ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുന്നു. സഹ യദുനന്ദനഃ, ആ യാദവ വംശത്തെ ആനന്ദിപ്പിക്കുന്നവനായ ഭഗവാൻ യദുനന്ദനൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? വൈദർഭ്യാഹ സന്ദേശം നിശമ്യ, ആ വൈദർഭിയുടെ വിദർഭ രാജ്യത്തിലെ രാജകുമാരിയായ രുക്മിണിയുടെ സന്ദേശം നിശമ്യ, സന്ദേശത്തെ വേണ്ടതുപോലെ കേട്ടിട്ട് ബ്രാഹ്മണൻ കൊണ്ടുവന്ന അർപ്പിച്ചതിനെ കേട്ടിട്ട് പാണിനാ പാണിം പ്രഗൃഹ്യ പ്രഹസൻ ഇതമബ്രവീത്. ഭഗവാൻ തന്റെ പാണിം പ്രഗൃഹ്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണസ്യ പാണിം പ്രഗൃഹ്യ, തന്റെ കൈകൊണ്ട് ദൂതനായി വന്ന ബ്രാഹ്മണന്റെ കയ്യിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ ആ ഒരു എന്താ പറയുക സഖ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്റെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നുള്ളതായിട്ടുള്ളൊരു പ്രോമിസ് കൊടുക്കും പോലെ കൈകളെ ചേർത്ത് പിടിച്ചു ബ്രാഹ്മണന്റെ കൈകളെ ചേർത്ത് പിടിച്ച് പാണിനാ പാണിം പ്രഗൃഹ്യ ഇതമബ്രവീത്, ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഭഗവാന്റെ വാക്കുകളാണ് 2 ശ്ലോകങ്ങൾ. ശ്രീ ഭഗവാനുവാച തദാഹമപി തച്ഛിത്തോ നിദ്രാം ച നലഭേ നിശി വേദാഹം രുക്മിണാദ്വേഷാത് മമോദ്വാഹോ നിവാരിതഃ താമാനയിഷ്യേ ഉന്മധ്യ രാജന്യവസതാൻ മൃധേ മത്പരാം അനവദ്യാംഗീം ഏതസോഗ്നിശിഖാമിവ. ശ്രീഭഗവാനുവാച തദാഹമപി തച്ഛിത്തോ നിദ്രാം ച നലഭേ നിശി വേദാഹം രുക്മിണാദ്വേഷാത് മമോദ്വാഹോ നിവാരിതഃ. ഭഗവാൻ ആ ബ്രാഹ്മണനോട് പറയുന്നു, ഭഗവാൻ ഉവാച തദാ അഹമപി തച്ഛിത്തഃ. ഭഗവാൻ തുറന്ന് ലജ്ജ കൂടാതെ പറയണ്, അപ്രകാരം തന്നെ തദാ അഹമപി തച്ഛിത്തഃ, ഞാനും അവളിൽ മനസ്സ് വെച്ചവനാകുന്നു, എന്റെ മനസ്സിലും അവൾ തന്നെയാണ്. അപ്പൊ നോക്കൂ, ഭഗവാനെ ആരെങ്കിലും എത്ര ദൂരെ ഇരുന്നു കൊണ്ടും ഭജിക്കുകയാണെങ്കിൽ, ഭഗവാന്റെ അടുത്തേക്ക് ആരെങ്കിലും ഒരു കാലെടുത്ത് വെക്കുകയാണെങ്കിൽ ഭഗവാൻ അവരെ തന്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞു. ഭഗവാനെ ഞാൻ അങ്ങയുടേതാണ് എന്ന് നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിൽ വിളിച്ചു പറയാം. കാരണം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നവനും എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായിരിക്കുന്നവനാണ് ഭഗവാൻ, കേൾക്കാതിരിക്കില്ല. അപ്പോ അല്ലേ നമ്മുടെ ശങ്കരാചാര്യരുടെ വിഷ്ണു ഷഡ്പദി സ്തോത്രത്തിലെ ആ 6 പദങ്ങൾ 6 പദങ്ങളല്ല, അത് വേറൊരു ശ്ലോകത്തിലാണ് വരുന്നത് അല്ലേ. നാഥ തവാഹം, അല്ലയോ നാഥ ഞാൻ അങ്ങയുടേതാണ് എന്ന് പറഞ്ഞ് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അങ്ങയുടെ തന്നെയാകുന്നു എന്ന് ആരാണോ ശരണം പ്രാപിക്കുന്നത് അവരെ ഭഗവാൻ തൻ്റേതായി ഏറ്റെടുത്ത് കഴിയുന്നു. നമ്മൾ എൻ്റെ കൃഷ്ണൻ എൻ്റെ കൃഷ്ണൻ എൻ്റെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നതിനേക്കാൾ ഗുരുവായൂരപ്പൻ്റെ ഞാൻ എന്ന് പറഞ്ഞ് പഠിക്കണം. ഞാൻ ഗുരുവായൂരപ്പൻ്റേതാണ്, ഗുരുവായൂരപ്പ എന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ നോക്കൂ, ഭഗവാൻ വായ വിട്ട് പറയണ്, ഞാനും അവളിൽ മനസ്സിരുത്തിയ ആളാണ്. അതാണ് അഹമപി തച്ഛിത്തഃ, ഞാനും അവളിൽ മനസ്സിരുത്തിയവനാണ്
കൂട്ടി പറയാൻ നോക്കണു. എക്സാജറേറ്റഡ് ആയിട്ടാണ് ഭഗവാൻ പറയണത്. നിദ്രാം ച ലഭേ നിശി, നിശി നിദ്രാം ച ന ലഭേ. എനിക്ക് അവളെ ചിന്തിച്ചിട്ട് രാത്രിയിൽ ഉറക്കം പോലും കിട്ടുന്നില്ല. ഇത്ര സ്നേഹമാണ് ഭഗവാൻ പ്രകടിപ്പിക്കുന്നത്, ലജ്ജ കൂടാതെ എന്ന് പറയാം. അപ്പോ തന്നെ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ രക്ഷിക്കാൻ ഭഗവാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു എന്നർത്ഥം. നമ്മൾ അങ്ങോട്ട് ഗ്രഹിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. അനുഗ്രഹിക്കാനായി തയ്യാറായിരിക്കണം രണ്ട് കൈയും നീട്ടിയിട്ട്. പക്ഷെ നമ്മൾ പിടികൊടുത്താലല്ലേ ഭഗവാനെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ രുക്മിണീ ദേവി തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ചു. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, എന്റെ മനസ്സിലും അവൾ തന്നെയാണ്, അവളെ ഓർത്തു തന്നെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല എന്ന്. നിദ്രാം ച നലഭേ നിശി, നിശി നിദ്രാം നലഭേ. എനിക്ക് രാത്രിയിൽ ഉറക്കം ലഭിക്കുന്നില്ല. ഞാൻ അറിയുന്നു, വേദാഹം, അഹം വേദ, ഞാൻ അറിയുന്നു. എന്താ? രുക്മിണ ദ്വേഷാത് മമ ഉദ്വാഹോ നിവാരിത. രുക്മിണ, ആ രുക്മിണിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള ആ രുക്മി എന്ന ആ അല്പം ദുഷ്ടത്തരമുള്ളതായിട്ടുള്ള ദുസ്സംഗം കൊണ്ട് കെട്ടുപോയവനായിട്ടുള്ള രുക്മിണ ദ്വേഷാത്, എന്നോടുള്ളതായിട്ടുള്ള ദ്വേഷം ഹേതുവായിട്ട് മമ ഉദ്വാഹോ നിവാരിത. മമ ഉദ്വാഹോ നിവാരിത, എന്റെ വിവാഹത്തെ അവൻ തടഞ്ഞിരിക്കുകയാണ്, നിവാരണം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവൻ വേറെ ആർക്കോ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പൊ എന്നോടുള്ള ദ്വേഷം, രുക്മിക്കുള്ള ദ്വേഷമാണ് അതിന് കാരണം. തീർച്ചയായിട്ടും ഞാനത് അനുവദിക്കുന്നതല്ല. എന്റെ ഉറക്കമില്ലാതായിരിക്കണം അവളെക്കുറിച്ച് ചിന്തിച്ചിട്ട്. ഞാനും അവളെ സ്നേഹിക്കുന്നു എന്ന് തുറന്ന് പറയണം ഭഗവാൻ. അത് കഴിഞ്ഞ് ഭഗവാൻ വാക്കുകൊടുക്കുന്നു. താമാനയിഷ്യേ ഉന്മധ്യ രാജന്യ അപസദാൻ മൃധേ മത്പരാം അനവദ്യാംഗീം ഏതസോഗ്നിശിഖാമിവ. താമാനയിഷ്യേ ഉന്മധ്യ രാജന്യ അപസദാൻ മൃധേ മത്പരാം അനവദ്യാംഗീം ഏതസോഗ്നിശിഖാമിവ. താം ആനയിഷ്യേ, ഞാൻ അവളെ കൊണ്ടുവരും. താം രുക്മിണിയും അഹം ആനയിഷ്യേ, ഞാൻ ആനയിച്ചു കൊണ്ടുവരും, ഉറപ്പ്. എങ്ങനെ? രാജന്യ അപസദാൻ മൃതേ ഉന്മധ്യ. രാജന്യ അപസദാൻ, രാജാക്കന്മാരെന്നുള്ള എന്താ പറയുക പേര് മാത്രമേ ഉള്ളൂ. ഹീനന്മാരാണ് രാജാക്കന്മാരുടെ നന്മകളൊന്നുമില്ലാത്തവരും അധമന്മാരായിരിക്കുന്ന ഹീനന്മാരായിരിക്കുന്നവർ എന്നർത്ഥം. രാജാക്കന്മാരുടെ വേഷം കെട്ടി ദുഷ്ടന്മാരായിരിക്കുന്നവർ, അസുര സ്വഭാവമുള്ളവർ. അങ്ങനെയുള്ള രാജന്യ അപസദാൻ മൃധേ ഉന്മധ്യ, യുദ്ധത്തിൽ ഉന്മതിച്ചിട്ട് അവരെയെല്ലാം ഞാൻ നല്ലപോലെ മതിക്കും, കടയും കിടന്നിട്ട്. എന്നിട്ട് മത്പരാം അനവദ്യാംഗീം, അവൾ എങ്ങനെയുള്ളവളാണ്? മത്പരയാണ്, എന്നെ തന്നെ പരമമായി കരുതി എന്നിൽ പരമമായിട്ട് ശരണം പ്രാപിച്ചവളാണ്. അവൾ എങ്ങനെയുള്ളവൾ? അനവദ്യാംഗിയാണ്, യാതൊരു ദോഷവുമില്ലാത്ത അവയവങ്ങളോടുകൂടിയ സുന്ദരി. ഒരു ദോഷവും അവളുടെ ഒരു അംഗത്തിനും ഇല്ല, ദോഷരഹിതമായ അവയവങ്ങളോടുകൂടിയവൾ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞവളായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ആ രുക്മിണിയെ ഞാൻ ഈ രാജാക്കന്മാരെയൊക്കെ മതിച്ച് വീണ്ടെടുത്ത് കൊണ്ടുവരും. ഏതുപോലെ? ഏതസഹ അഗ്നിശിഖാമിവ. ഏതസഹ, ഏതസ് എന്ന് പറഞ്ഞാൽ ഇന്ധനം, അഗ്നിശിഖ എന്ന് പറഞ്ഞാൽ അഗ്നിജ്വാല ഇവ. അപ്പോ അഗ്നി ഇന്ധനത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അത് പുറത്തേക്ക് വരണമെങ്കിൽ മഥനം ചെയ്യണം. അതിനാണ് നമ്മുടെ യാഗശാലകളിൽ എന്തായാലും പറയണേ, അരണി കടയ്യ. ആ അരണിയാണ് ഇവിടെ ഏതസ് ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അരണിയിൽ അഗ്നി ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനെ മഥനം ചെയ്താലേ അത് പുറത്തേക്ക് പ്രകാശിക്കുള്ളൂ. അപ്പൊ അതുപോലെ
അരണി കടഞ്ഞ അഗ്നിയെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആവഹിക്കും പോലെ ഇവരുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുകയാണ്. ഈ ദുഷ്ടന്മാർ അവളെ ആവരണം ചെയ്ത് പുറത്ത് പ്രകാശിപ്പിക്കാതെ മൂടി വച്ചിരിക്കുകയാണ്. തനിക്ക് പിടികിട്ടാത്ത രീതിയിൽ തൻ്റെ അടുത്തേക്ക് അവൾ വരാതിരിക്കാൻ, താൻ അവളുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ അവളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ദുഷ്ടശക്തികളൊക്കെ കൂടി. അപ്പോൾ അഗ്നിയെ എങ്ങനെ ഇന്ധനത്തിൽ നിന്ന്, അരണിയിൽ നിന്ന് കടഞ്ഞു പുറത്തേക്ക് എടുക്കുമോ, അതുപോലെ ഞാൻ ഈ സൈന്യസാഗരങ്ങളെ, ഈ ജരാസന്ധ, ശിശുപാല, രുഗ്മി മുതലായിട്ടുള്ള ദുഷ്ടന്മാരെയൊക്കെ യുദ്ധത്തിൽ മഥനം ചെയ്ത് അവരെയൊക്കെ അവിടുന്ന് അകറ്റി ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ കനലിനെ ഞാൻ പ്രകാശിപ്പിച്ചു കൊണ്ടുവരും. രുക്മിണിയാകുന്ന പരിശുദ്ധയായ അഗ്നിയെപ്പോലെ പരിശുദ്ധയാണ് അവൾ എന്നാണ് താല്പര്യം. അഗ്നിയോട് ഉപമിച്ചതോടുകൂടി അഗ്നി എപ്പോഴും പരിശുദ്ധമാണ്. അത് എന്തിനെ സ്പർശിച്ചാലും അതിനെയും പരിശുദ്ധമാക്കും. അതുകൊണ്ട് പാവകനാണ് അഗ്നി. അപ്പൊ അതുപോലെ പരിശുദ്ധയാണ് ഈ രുക്മിണി. അവൾ എന്നിൽ തന്നെ സമർപ്പിച്ചിരിക്കുന്നവളാണ്. അതാണ് മത്പരാം അനവദ്യാംഗിയും യാതൊരു ദോഷവുമില്ലാത്തവളായിട്ടുള്ള അവളെ ഞാൻ വീണ്ടെടുത്ത് ഇവരെല്ലാം മതിച്ച്, അരണി കടഞ്ഞ് അരണിയെ മതിച്ച് അഗ്നിയെ എടുക്കും പോലെ രുക്മിണീ ദേവിയാകുന്ന അഗ്നിയെ ഞാൻ വീണ്ടെടുത്ത് കൊണ്ടുവരും. അപ്പോൾ ഭഗവാൻ തൻ്റെ ഉള്ളിലുള്ള രുക്മിണിയോടുള്ളതായിട്ടുള്ള പ്രേമത്തെയും തനിക്ക് അത് നിമിത്തമുള്ളതായിട്ടുള്ള മന്മത താപം പോലും ഉണ്ട് എന്ന് സൂചിപ്പിച്ചു. രാത്രി ഉറക്കമില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ താൻ പ്രേമമുള്ളവനാണ്, വെറുതെ ഒരു നിസ്സംഗനല്ല. അല്ലേ? ഒരു വിവാഹ ജീവിതത്തിൽ ഒരു നിസ്സംഗത ഒരു സുഖമുള്ള കാര്യമുള്ള അല്ല, ഒരു യാന്ത്രിക ജീവിതമായി പോകും. അപ്പം അവിടെ ഇമോഷൻസിനൊക്കെ സ്ഥാനമുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കണം. ഇമോഷൻസ് പ്രകടിപ്പിക്കാനുള്ള വേദി കൂടിയാണ് ഗൃഹസ്ഥ ജീവിതം. അല്ലാതെ രണ്ട് പരബ്രഹ്മങ്ങൾ അങ്ങനെ രണ്ട് യന്ത്രപ്പാവകളെ പോലെ ജീവിക്കാനുള്ള സ്ഥലങ്ങളല്ല ഗൃഹസ്ഥാശ്രമ ജീവിതം. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള നല്ല വികാരങ്ങളെ തൻ്റെ പങ്കാളിയോട് പങ്കുവെക്കുന്നത് ആ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും, ഊഷ്മളമാക്കും, സന്തോഷം ഉണ്ടാക്കും. അങ്ങനെ വേണം ഗൃഹസ്ഥ ജീവിതം. അപ്പോഴേ അത് ദീർഘകാലം നന്നായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൽ വേണ്ടത്ര സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാൻ അത് പ്രകടിപ്പിക്കുകയാണ്. ഞാൻ നിസ്സംഗനല്ല, ഞാനൊരു സന്യാസിയെ പോലെയുള്ളവനല്ല, വൈരാഗിയല്ല എന്ന മട്ടിലാണ് പരമവൈരാഗിയായിട്ടുള്ള ഭഗവാൻ. അല്ലേ? വൈരാഗ്യം അതിന്റെ പരിപൂർണതയിലുള്ള ഭഗവാനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വേഷം കെട്ടിക്കഴിഞ്ഞപ്പോൾ അഭിനയിക്കാൻ ഭഗവാൻ തയ്യാറാണ്. നക്വാപിതേ സംഘവാർത്ത എന്ന് ഭഗവാനെ കുറിച്ച് മേൽപ്പത്തൂര് പാടിത്തരുന്നുണ്ട്. ഭഗവാൻ എന്ന ശബ്ദത്തിന് വൈരാഗ്യവും കൂടി പൂർണ്ണമാകണം. സമഗ്രമായ വൈരാഗ്യം ആരിലുണ്ടോ, ആരോടും യാതൊരു തരത്തിലുള്ള ആസക്തിയും തൃഷ്ണയും ഇല്ലാത്തവൻ ആണ് വൈരാഗ്യമുള്ളവൻ. ഇവിടെ ഭഗവാൻ നന്നായിട്ട് പറയുന്നു, എനിക്ക് അവളിൽ നല്ല രാഗമുണ്ട്, അതുകൊണ്ട് എനിക്ക് രാത്രി ഉറക്കം പോലും കിട്ടുന്നില്ല. നോക്കൂ. അപ്പം എന്തായാലും വേഷം കെട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കാൻ പഠിക്കണം എല്ലാവരും. ശ്രീ ഭഗവാനുവാച തഥാഹമഭിമച്ചിത്തോ നിദ്രാം ച നലഭേ നിശി വേദാഹം രുക്മിണാദ്വേഷാത് മമോദ്വാഹോ നിവാരിതഃ താമാനയിഷ്യേ ഉന്മധ്യ രാജന്യവസദാൻ മൃധേ മത്പരാം അനവദ്യാംഗീം ഏതസോ അഗ്നിശിഖാമിവ. ശ്രീശുക ഉവാച ഉദ്വാഹർക്ഷം ച വിജ്ഞായ രുക്മിണ്യാ മധുസൂദനഃ രഥസംയുജ്യതാമാശു ദാരുകേത്യാഹ സാരഥിം. ശ്രീശുക ഉവാച ഉദ്വാഹർക്ഷം ച വിജ്ഞായ രുക്മിണ്യാ മധുസൂദനഃ രഥസംയുജ്യതാമാശു ദാരുകേത്യാഹ സാരഥിം. ആ മധുസൂദനൻ അസുരന്മാരെയൊക്കെ നന്നായി നിഗ്രഹിച്ച് ശീലമുള്ളവനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണ്യാഹ ഉദ്വാഹർക്ഷം വിജ്ഞായ, രുക്മിണിയുടെ ഉദ്വാഹ വൃക്ഷം എന്ന് പറഞ്ഞാൽ നക്ഷത്രം, ഏത് ദിവസമാണ് ഏത് നക്ഷത്രത്തിലാണ് അവളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ട്, അഥവാ ഈ ബ്രാഹ്മണനോട് തന്നെ ചോദിച്ചിരിക്കും.
ഇപ്പോൾ നാളെ എന്നാണ് ശോഭാവിനി എന്ന് രുക്മിണിയുടെ സന്ദേശത്തിൽ പറഞ്ഞുവെങ്കിലും ആ ശോ എന്നുള്ളത് നാളെ എന്നുള്ളത് ഏതർത്ഥത്തിലാണ്, ഏത് ദിവസം എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ബ്രാഹ്മണനോട് ഭഗവാൻ ചോദിച്ചു കാണും. അപ്പൊ ഇന്ന ദിവസമാണ് എന്ന് അല്ലേ. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവേദ്യു എന്നുള്ളത് തലേ ദിവസം എന്നുള്ളത് എടുക്കണമെങ്കിൽ ഇന്ന് തന്നെ എന്ന് പറയേണ്ടി വരും. അപ്പൊ അവിടെ രണ്ടിനും അർത്ഥം വ്യത്യസ്തമായിട്ട് നമ്മൾ എടുക്കണം. ശ്വഹ എന്നുള്ളതും ശോഭാവിനി എന്നുള്ളതിനും പൂർവേദ്യു എന്നുള്ളതിനും പരസ്പര വിരുദ്ധമല്ലാത്ത രീതിയിൽ വേണം അർത്ഥമെടുക്കാനായിട്ട്. മറ്റത് നാളെ കല്യാണം, ഇന്ന് വൈകുന്നേരമാണ് ബ്രാഹ്മണൻ എത്തിയത്, ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ട്, അപ്പൊ എന്നെ തട്ടിക്കൊണ്ടു പോകാമെന്ന് വിദർഭയിലിരിക്കുന്ന ഒരാൾ ദ്വാരകയിലിരിക്കുന്ന ഒരാൾക്ക് സന്ദേശം അയച്ചാൽ എങ്ങനെ നടക്കും? അപ്പൊ അവിടെ ഈ പ്രയോഗങ്ങളുടെ നാനാർത്ഥങ്ങളെ നമ്മൾ സ്വീകരിക്കണം. ഒറ്റ അർത്ഥത്തിൽ കുടുങ്ങി നിൽക്കാൻ പാടില്ല. സംസ്കൃത ഭാഷ ഒരു പദത്തിന് അനേക അർത്ഥങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലേതർത്ഥം അവിടെ എടുക്കണം എന്നുള്ളത് യുക്തി ഉപയോഗിക്കണം. അപ്പൊ എന്തായാലും ഈ ശോഭാവിനി എന്നുള്ളതിനെ ഭഗവാൻ ചോദിച്ചു മനസ്സിലാക്കി. ഉദ്വാഹർഷം എന്നാണ് ശരിക്കും വിവാഹം. അപ്പോ ബ്രാഹ്മണൻ പറഞ്ഞു നാളെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ വിദർഭയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഭഗവാനും ബ്രാഹ്മണനും കൂടി വിദർഭ വരെ എത്തണം ദ്വാരകയിൽ നിന്ന്. അപ്പം അത്രയും ദൂരം യാത്ര ചെയ്യാനും കൂടിയുണ്ട്. അത് രാത്രി യാത്ര ചെയ്ത് തീർക്കും. ഭഗവാന്റെ രഥവും കുതിരകളും ഭഗവാന്റെ സാരഥ്യവും അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ളതാണ്. അതുകൊണ്ട് സാധാരണ വാഹനങ്ങളിലും കവിഞ്ഞ് വളരെ മിന്നൽ വേഗത്തിൽ എത്താനുള്ളതായിട്ടുള്ള സാമർഥ്യം ഭഗവാന്റെ രഥത്തിന് കുതിരകൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാത്രി തന്നെ ഏതാനും മണിക്കൂറുകൾ നാഴികകൾ സഞ്ചരിച്ചാൽ തന്നെ ദ്വാരകയിൽ നിന്ന് വിദർഭയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇനി വിദർഭയുടെ ഈ കുണ്ടിനം എന്ന് പറയുന്നത് ഏത് ഭാഗത്താണെന്നും കൂടി നോക്കേണ്ടതുണ്ട്. പഴയ കുണ്ടിനം വിദർഭ എന്ന് പറയുമ്പോൾ ഏകദേശം മഹാരാഷ്ട്രയുടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും വ്യാപിച്ചിരിക്കുന്ന സാമ്രാജ്യമായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് വിദർഭ കഴിഞ്ഞ് പിന്നെ സൗരാഷ്ട്രം, ആനർത്ഥം എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ദേശങ്ങളാണ് ഗുജറാത്തിലേക്ക് വ്യാപിക്കുന്നത്. അപ്പോൾ ഈ കുണ്ടിനം എന്നുള്ള തലസ്ഥാനം എവിടെയായിരുന്നു എന്ന് നോക്കണം. ഇനി വല്ല ബോംബെയുടെ പരിസരം വല്ലതൊക്കെ ആണെങ്കിൽ അടുത്താണ് ഗുജറാത്തിൽ നിന്ന്, അല്ലേ, ദ്വാരകയിൽ നിന്ന് അടുത്താണ്. അപ്പൊ എന്തായാലും നാളെയാണ് അഥവാ ഇന്ന ദിവസമാണ് എന്നുള്ളത് ഉദ്വാഹക്ഷം വിജ്ഞായ രുക്മിണിയുടെ വിവാഹ ദിവസം ഇന്നതാണെന്ന് മനസ്സിലാക്കിയ മധുസൂദനൻ രഥഃ സംയുജ്യതാം ആശു ദാരുക ഇതിയാഹ സാരഥിം ഇതി സാരഥിം ആഹ. ഇപ്രകാരം സാരഥിയോട് പറഞ്ഞു. ആരാണ് സാരഥി? സാരഥിയുടെ പേരാണ് ദാരുകൻ. സ്വർഗത്തിൽ നിന്ന് ദേവേന്ദ്രൻ കൊടുത്തയച്ച രഥമാണ് ഭഗവാന്റെ രഥം. അതിന്റെ സാരഥിയായിട്ട് ദാരുകൻ അവിടുന്ന് വന്നതാണ്. അപ്പൊ ദാരുകനോട് ആജ്ഞാപിക്കുകയാണ്, സാരഥിയോട് ആജ്ഞാപിക്കണ, ഹേ ദാരുക ആശു രഥഃ സംയുജ്യതാം, വേഗം രഥം തയ്യാറാക്കൂ, കുതിരകളെയൊക്കെ ബന്ധിച്ച് വേണ്ട രീതിയിൽ എല്ലാം ഒരുക്കി വെക്കൂ, ആയുധങ്ങളൊക്കെ വേണ്ട പോലെ ഒരുക്കി വെക്കൂ, തയ്യാറാവൂ, ഉടനെ പോവുകയാണ് എന്ന് സാരഥിയോട് ഭഗവാൻ ആജ്ഞാപിച്ചു. സ്വചാശ്വൈ ശൈബ്യ സുഗ്രീവ മേഘപുഷ്പബലാഹകൈഃ യുക്തം രഥമുപാനീയ തസ്ഥൗ പ്രാഞ്ജലിരഗ്രതഃ. സ്വചാശ്വൈ ശൈബ്യ സുഗ്രീവ മേഘപുഷ്പബലാഹകൈഃ യുക്തം രഥമുപാനീയ തസ്ഥൗ പ്രാഞ്ജലിരഗ്രതഃ. സച അവനും, ആരായി? സാരഥിയായ ദാരുകനും അശ്വൈഹി യുക്തം രഥം ഉപാനീയ തസ്ഥൗ. അശ്വൈഹി യുക്തം, കുതിരകളോട് കൂട്ടിക്കെട്ടിയതായിട്ടുള്ള രഥത്തെ ഉപാനീയ സമീപം കൊണ്ടുവന്ന് തസ്ഥൗ സ്ഥിതി ചെയ്തു റെഡിയായി നിന്നു എന്നർത്ഥം. എങ്ങനെ? പ്രാഞ്ജലിഹി അഞ്ജലി കൂപ്പിയവനായിട്ട്. എവിടെ? അഗ്രത തൊട്ടു മുമ്പിൽ. അപ്പൊ ഭഗവാന്റെ തൊട്ടു മുമ്പിൽ തന്നെ രഥവും തയ്യാറാക്കി കുതിരകളെയൊക്കെ കെട്ടിയ രഥവുമായി ആ സാരഥി തൊഴുകൈയോടുകൂടി ഞാൻ റെഡി എന്ന് വിധേയനായിട്ട് അവിടെ വന്ന് തയ്യാറായി നിന്നു. അപ്പൊ ഇവിടെ അശ്വൈഹി എന്ന് പറഞ്ഞതിന്റെ ആ അശ്വങ്ങളുടെ പേരുകൾ പറയണ്.
ശൈബ്യ സുഗ്രീവ മേഘപുഷ്പ ബലാഹകൈഹി. ഭഗവാന്റെ രഥത്തിലെ കുതിരകളുടെ പേരാണിത്. വളരെ വിശിഷ്ടങ്ങളായ കുതിരകളാണിത്. ഇവയ്ക്ക് മരണമില്ല. അതുപോലെ എന്താ പറയുക, ഭഗവാന്റെ മനസ്സിലാക്കി ഗമിക്കാൻ സാമർഥ്യമുള്ളതും ആകാശ ഗമനത്തിനൊക്കെ സാമർഥ്യമുള്ളതും ഒക്കെ ആയിട്ടുള്ള കുതിരകളാണ് ഈ കുതിരകൾ. ഇതിനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെയാണ്? ശൈബ്യം, സുഗ്രീവൻ, മേഘപുഷ്പൻ, ബലാഹകൻ. ഭഗവാന്റെ 4 കുതിരകളാണ്. ഭഗവാന്റെ അല്ലേ പാർത്ഥസാരഥിയായി മഹാഭാരത യുദ്ധം നിർവഹിക്കുമ്പോഴും അതിലും 4 കുതിരകളെ ഉള്ളൂ ഒറിജിനൽ. ഈ 4 കുതിരകളാണ് ശൈബ്യനും സുഗ്രീവനും മേഘപുഷ്പനും ബലാഹകനും. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്ത് ആധുനികന്മാര് 5 കുതിരകളെ പൂട്ടിക്കെട്ടിയതായിട്ടുള്ള രഥങ്ങൾ വരച്ച് കാണിക്കുന്നുണ്ട്. അത് മഹാഭാരത പ്രകാരം തെറ്റാണ്. മഹാഭാരതത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വ്യാസൻ 4 കുതിരകള്, ഈ പേരുകളും. അപ്പൊ ഭഗവാന്റെ സ്ഥിരം കുതിര 4 എണ്ണമാണ്. ഭഗവാന്റെ രഥം ഇതാണ്. അതിലാണ് ഭഗവാൻ അർജുനനെ നയിക്കുന്നത്. അപ്പൊ അവിടെ 5 കാണിച്ചതോ, അത് 5 ഇന്ദ്രിയങ്ങളെ പ്രതിനിധാനം ചെയ്യാനായിട്ട് ഏതോ ഒരു ആചാര്യൻ 5 കുതിരകളെ വരച്ചു. കഠോപനിഷത്തിലെ തത്വം അപ്ലൈ ചെയ്തതാണ്. ഇന്ദ്രിയാണി ഹയാനാഹു, അല്ലേ? ആത്മാനം രതിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച്ച ഇന്ദ്രിയാണി ഹയാനാഹു. ഇന്ദ്രിയങ്ങളെ ഹയങ്ങളെന്ന് പറയപ്പെടുന്നു. അപ്പോ 5 ഇന്ദ്രിയങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 4 കുഴപ്പമൊന്നുമില്ല. ത്വക്ക് എന്നുള്ള ഇന്ദ്രിയം എല്ലാ 4 ഇന്ദ്രിയങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ത്വക്ക് വേറെ എടുത്ത് പറഞ്ഞില്ലെങ്കിലും ത്വക്കിന്റെ സാന്നിധ്യം പറയപ്പെട്ടിരിക്കുന്നു 4 ഇന്ദ്രിയങ്ങളെ കൊണ്ട്. അതുകൊണ്ട് 4 കുതിരകൾ മതി ഭഗവാന്. ഇനി അത് അർജുനന്റെ കുതിരകളാണ്, അർജുനന്റെ രഥമാണെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. അർജുനന്റെ കുതിരകൾക്കും പേരുണ്ട്. 4 കുതിരകളാണ്. അത് അഗ്നിദേവൻ കൊടുത്തതാണ് അർജുനന്റെ രഥം. ഗാണ്ഡീവം, രഥം, കുതിരകള്, അനേക ദിവ്യാസ്ത്രങ്ങള്, ആവനാഴികള്, ഇതെല്ലാം ദേവന്മാർ അഗ്നിദേവന്റെ നേതൃത്വത്തിൽ ഇന്ദ്രൻ, വരുണൻ മുതലായിട്ടുള്ളവരൊക്കെ അർജുനന് കൊടുത്തതാണ്. അർജുനന്റെ കുതിരകളും 4 ഉണ്ട്. അതെപ്പോഴും 4 4 വെള്ള കുതിരകളാണ്. അതിൽ ആരെങ്കിലും ഭീഷ്മനോ ദ്രോണനോ അമ്പെയ്തൊരു കുതിരയെ കൊന്നാലും ആ സ്ഥാനത്ത് അതുപോലൊരു കുതിര അവിടെ ഉണ്ടാവും. ആ കുതിരകൾക്കൊരിക്കലും മാറ്റമില്ല. അതാണ്. അപ്പോ ഇവിടെ ആ കുതിരകളുടെ പേരാണ്, ഭഗവാന്റെ കുതിരകളുടെ പേരാണ് പറയുന്നത്. ശൈബ്യ സുഗ്രീവ മേഘപുഷ്പ ബലാഹക. അങ്ങനെയുള്ള അശ്വൈഹി യുക്തം രഥം ഉപാനീയ തസ്തൗ പ്രാഞ്ജലിരഗ്രത. ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പി താൻ തയ്യാറായി, രഥവും തയ്യാറാണ് എന്നറിയിച്ചു. ഭഗവാന്റെ കുതിരകളുടെ നിറങ്ങൾ വ്യത്യാസമുണ്ട്. അത് ഈ ശൈബ്യം എന്നതായിട്ടുള്ള കുതിര പച്ച നിറമാണ്, തത്തയുടെ നിറമാണ്, കിളിയുടെ ചിറക്, തത്തക്കിളിയുടെ ചിറകിന് തുല്യമായിട്ടുള്ള ഇതാണ് ശൈബ്യം. അതുപോലെ സ്വർണ്ണ നിറം അഥവാ പിങ്കള നിറമുള്ളതാണ് സുഗ്രീവൻ എന്നുള്ളതായിട്ടുള്ള കുതിര. മേഘ നിറമുള്ളതായിട്ടുള്ള കുതിരയാണ് മേഘപുഷ്പം, ഇപ്പൊ കറുപ്പാണ്. വെളുത്ത നിറമുള്ളത് ബലാഹകൻ എന്നു പേരുള്ള കുതിരയാണെന്ന് പത്മപുരാണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വർണ്ണങ്ങൾ 4 വർണ്ണങ്ങളുള്ളതാണ് കൃഷ്ണന്റെ കുതിരകൾ. അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ കുതിരകളാണ്. അത ശ്വേതൈർഹയൈർയുക്തേ മഹതിസ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ശംഖം ദദ്മൗ പൃഥക് പൃഥക്. അപ്പോ അർജുനന്റെ കുതിരകളാണ് വെള്ളക്കുതിരകൾ. മഹാഭാരത യുദ്ധത്തിൽ 4 ഉപയോഗിക്കുന്നു. ശരി, രഥം റെഡി, ഭഗവാൻ റെഡി, സാരഥി റെഡി. ആരുഹ്യസ്യന്തനം ശൗരിഹി ദ്വിജമാരോപ്യ തൂർണഗൈഹി ആനർത്താത് ഏകരാത്രേണ വിദർഭാൻ അഗമത് ഹയൈഹി. ആരുഹ്യസ്യന്തനം ശൗരിഹി
ദ്വിജം ആരോപ്യ തൂർണഗൈഃ ആനർത്താദേകരാത്രേണ വിദർഭാൻ അഗമദ്ഹയൈഃ. ശൗര്യ കുറച്ചു നേരം പുവർ നെറ്റ്വർക്കായിരുന്നു. സാരമില്ല, ഇപ്പോൾ ശരിയായി. അപ്പോൾ ശൗരിഹി, ശൂരസേനന്റെ പൗത്രനായ ഭഗവാൻ എന്ത് ചെയ്തു? ദ്വിജം ആരോപ്യ സ്യന്തനം ആരുഹ്യ. ബ്രാഹ്മണനെയും ആരോപിച്ച് എന്ന് പറഞ്ഞാൽ ഈ രഥത്തിൽ കയറിയിട്ട്, തന്റെ രഥത്തിൽ കയറിയിട്ട്, ബ്രാഹ്മണൻ വന്ന രഥം പുറകെ വന്നോട്ടെ, നമുക്ക് നമ്മുടെ രഥത്തിൽ പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇനിയിപ്പോൾ രണ്ടു വഴിക്കായി പോകണ്ട. സൗണ്ടില്ലേ? കേൾക്കാലോ അല്ലേ? എല്ലാവർക്കും ശബ്ദം കേൾക്കാവോ? ഒന്ന് പറയൂ, കേൾക്കാം ഒന്ന് പറയൂ. ഓക്കെ. അപ്പോ ബ്രാഹ്മണനെ കയറ്റി, തന്റെ രഥത്തിൽ തന്നെ കയറ്റി, ഭഗവാനും കയറി. സ്യന്തനം ആരുഹ്യ, സ്യന്തനത്തിലേക്ക്, രഥത്തിലേക്ക് കയറിയിട്ട് ആനർത്താത് ഏകരാത്രേണ തൂർണകൈഃ ഹയൈഃ വിദർഭാൻ അഗമത്. ആനർത്താത്, ആനർത്തം എന്നുള്ളത് ഈ ദ്വാരകാപുരി നിൽക്കുന്ന പ്രദേശമാണ്. ഗുജറാത്തിന്റെ പഴയ പേരാണ് ആനർത്തം. അപ്പൊ ആ ആനർത്തത്തിൽ നിന്ന് ഏകരാത്രേണ, ഒറ്റ രാത്രി കൊണ്ട് എന്നർത്ഥം, ഒറ്റ രാത്രി സഞ്ചാരം കൊണ്ട് തൂർണകൈഃ ഹയൈഃ, തൂർണകങ്ങൾ എന്നുള്ള തൂർണം ഗമിക്കുന്നത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരായ ഹയങ്ങളെ കൊണ്ട്, കുതിരകളോട് കൂടിയിട്ട് വിദർഭാൻ അഗമത്, വിദർഭദേശങ്ങളെ ഗമിച്ചു, വിദർഭ രാജ്യത്തേക്ക് ഗമിച്ചു എന്നർത്ഥം. അപ്പൊ ഒറ്റ രാത്രി കൊണ്ട് വിദർഭദേശത്തേക്ക് വന്നു. അപ്പൊ നോക്കൂ, അതിശീഘ്രമാണ് ഭഗവാൻ പായുന്നത്. തന്നെ കാത്തിരിക്കുന്ന, തന്നിലെല്ലാം അർപ്പിച്ചു നിൽക്കുന്ന ഒരു ജീവനെ രക്ഷിക്കാനായിക്കൊണ്ടുള്ള വ്യഗ്രത ഭഗവാൻ കാണിക്കുകയാണ്. ആർത്തത്രാണപരായണോ സ ഭഗവാൻ നാരായണോ മേ ഗതിഹി. അല്ലേ? ആർത്തത്രാണപരായണനാണ് ഭഗവാൻ. രാജാസ കുണ്ഡിനപതിഃ പുത്രസ്നേഹവശം ഗതഃ ശിശുപാലായ സ്വാം കന്യാം ദാസ്യൻ കർമാണ്യകാരയത്. രാജാസ കുണ്ഡിനപതിഃ പുത്രസ്നേഹവശം ഗതഃ ശിശുപാലായ സ്വാം കന്യാം ദാസ്യൻ കർമാണ്യകാരയത്. രാജാ സഹ കുണ്ഡിനപതി. അപ്പൊ സഹ കുണ്ഡിനപതി, കുണ്ഡിനം എന്ന പുരത്തിന്റെ പതിയായിട്ടുള്ള രാജാ ഭീഷ്മകൻ, വിദർഭ രാജ്യത്തിന്റെ രാജാവ്, പുത്രസ്നേഹവശം ഗതഃ. പുത്രസ്നേഹവശം എന്ന് പറഞ്ഞാൽ രുക്മി എന്ന മൂത്ത പുത്രനോടുള്ള സ്നേഹാധിക്യം കൊണ്ട് എന്ന് പറയണം. എന്താ വെച്ചാൽ സാധാരണ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകും. രാജ്യം തുടർന്ന് ഭരിക്കേണ്ടതാരാണ്? മൂത്ത ആൺമക്കളാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, അച്ഛനോട് ഒരു തരത്തിലുള്ള ദ്വേഷഭാവവും ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, അച്ഛൻ ആ മകനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കുകയോ കളിയാക്കുകയോ ഏതെങ്കിലും തരത്തിൽ ധിക്കാരങ്ങൾ കാണിക്കുകയോ ചെയ്താൽ വരും കാലത്ത് ഭരിക്കാനുള്ള ആളാണ്. അപ്പോൾ പ്രജകൾക്ക് ഈ പുതിയ രാജാവിനോട് വേണ്ടത്ര സ്നേഹമോ ബഹുമാനമോ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് രാജ്യത്ത് ആഭ്യന്തര കലഹങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയും എന്നും കൂടി അതിൻ്റെ അർത്ഥം. ഒരു രാജാവ് തൻ്റെ മൂത്ത പുത്രനായ ഈ രുക്മി ഇങ്ങനെ കുറച്ച് അല്പം വഴിതെറ്റി പോകുമ്പോഴും അതിനെ അനുകൂലിക്കുന്നു. എന്തുകൊണ്ടെച്ചാൽ ആ രാജ്യത്തിൻ്റെ ഭാവിയെ ആലോചിച്ച്. ഇപ്പോൾ ഒരു രുക്മിണി എന്നൊരു പെൺകുട്ടിയുടെ കാര്യം മാത്രം നോക്കി താൻ മകനോട് ചണ്ടയ്ക്ക് നിന്നാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പിന്നീട് കാരണമാകാം. ആ ഒരു ദീർഘവീക്ഷണം കൊണ്ട് അദ്ദേഹം അവിടെ പുത്രസ്നേഹ വശം ഗതഃ എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? ശിശുപാലായ സ്വാം കന്യാം ദാസ്യന്, ശിശുപാലനായിക്കൊണ്ട് സ്വാം കന്യാം തന്റെ പുത്രിയെ ദാസ്യന് നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട്, അഥവാ കൊടുക്കാനായിക്കൊണ്ട്,
കർമാണി അകാരയത്, കർമ്മങ്ങളെ ചെയ്യിപ്പിച്ചു എന്നർത്ഥം. അകാരയത് എന്ന താൻ നേരിൽ ചെയ്യല്ല, ഓരോരുത്തരും ചെയ്യേണ്ട കർമ്മങ്ങൾ പുരോഹിതന്മാരെ കൊണ്ട് ചെയ്യിക്കേണ്ടത് പുരോഹിതന്മാരെ കൊണ്ട്, മറ്റുള്ള ഓരോരുത്തരും ചെയ്യേണ്ട കർമ്മങ്ങൾ ഉണ്ടാവും. രാജ്യം അലങ്കരിക്കുക, ഒരുക്കുക, ബാക്കി വരുന്നവർക്കൊക്കെ സ്വീകരണങ്ങൾ കൊടുക്കുക, അവർക്കൊക്കെ താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, അവർക്ക് പാചകം ചെയ്തു കൊടുക്കുക, എല്ലാ തരത്തിലും വരുന്നവരെ സൽക്കരിക്കലും എല്ലാ കാര്യങ്ങളും ഓരോരുത്തരെ കൊണ്ടും ചെയ്യിപ്പിച്ചു എന്നർത്ഥം. കർമാണി അകാരയത്. പുരം സംമൃഷ്ട സംസിക്ത മാർഗരഥ്യാ ചതുഷ്പദം ചിത്രധ്വജപതാകാഭിഃ തോരണൈ സമലങ്കൃതം സ്രഗ്ഗന്ധമാല്യാഭരണൈഃ വിരജോംബരഭൂഷിതൈഃ ജുഷ്ടം സ്ത്രീ പുരുഷൈ ശ്രീമദ്ഗൃഹൈർ അഗരുദൂപിതൈഃ. പുരം സംമൃഷ്ട സംസിക്ത മാർഗരഥ്യാ ചതുഷ്പദം ചിത്രധ്വജപതാകാഭിഃ തോരണൈഃ സമലങ്കൃതം സ്രഗ്ഗന്ധമാല്യാഭരണൈർവിരജോംബരഭൂഷിതൈഃ ജുഷ്ടം സ്ത്രീ പുരുഷൈ ശ്രീമദ്ഗൃഹൈർ അഗരുദൂപിതൈഃ. അപ്പോ കർമാണി അകാരയത് അഥവാ കാരയാമാസ എന്ന് പറഞ്ഞുവല്ലോ. ആ അകാരയത് എന്തെല്ലാം കർമ്മം ചെയ്തു? പുരം ജുഷ്ടം അല്ലെങ്കിൽ സമലങ്കൃതം, ജുഷ്ടം കൃതം, പുരത്തെ വേണ്ട പോലെ അലങ്കൃതമാക്കി ചെയ്തു. അപ്പോ എന്തൊക്കെ കൊണ്ട് എന്നൊക്കെ വിസ്തരിച്ച് പറയുകയാണ്. സംമൃഷ്ട സംസിക്ത മാർഗ രഥ്യാ ചതുഷ്പദം പുരം. പുരത്തെ സംമൃഷ്ടം, സംമൃഷ്ടം എന്ന് പറഞ്ഞാൽ സമ്മാർജനം ചെയ്ത് എന്ന് വെച്ചാൽ അടിച്ചുവാരി, ആദ്യം അടിച്ചുവാരണം, അവിടെ വൃത്തിയാക്കണം. അത് കഴിഞ്ഞ് സംസിക്തം, സേചനം ചെയ്യണം. ചാണകവെള്ളം അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ കലങ്ങിയതായിട്ടുള്ള വെള്ളം, ഇങ്ങനെയുള്ള വെള്ളമൊക്കെ തളിക്കും. അത് ശുദ്ധീകരിക്കാനും മണ്ണ് പൊങ്ങാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നല്ല സുഗന്ധം പ്രസരിക്കാനും ഒക്കെ ആയിട്ട് സംസിക്തം. എന്തൊക്കെ സംമൃഷ്ട സംസിക്താദികൾ ചെയ്തു? മാർഗ രഥ്യ ചതുഷ്പദം. പുരത്തിന്റെ വിശേഷണമാണ്. ഒരു പുരമായാൽ എന്തൊക്കെ ഉണ്ടാവും? മാർഗങ്ങളുണ്ടാവും, രഥ്യകളുണ്ടാവും, ചതുഷ്പദങ്ങളുണ്ടാവും. മാർഗങ്ങൾ എന്നാൽ വഴികൾ, രാജവീതികൾ. രഥ്യകൾ എന്ന് പറഞ്ഞാൽ രഥങ്ങളോടുന്ന തെരുവുകൾ. ചതുഷ്പദം എന്ന് പറഞ്ഞാൽ നാൽക്കവലകൾ മുതലായത്. അപ്പോൾ വീതികൾ, നാലും കൂടിയ ജംഗ്ഷനുകൾ, ഇതെല്ലാം കൂടിയതായിട്ടുള്ള പുരത്തെ എന്തൊക്കെ ചെയ്തു? ചിത്രധ്വജ പതാകാഭിഃ തോരണൈഃ സമലങ്കൃതം. ചിത്രധ്വജ പതാകാഭി, അപ്പോൾ വിചിത്രങ്ങളായ പലതരത്തിലുള്ളതായിട്ടുള്ള കൊടികൾ കൊണ്ടും കൊടിക്കൂറകൾ കൊണ്ടും പതാകങ്ങളെ കൊണ്ടും തോരണൈഹി, അങ്ങനെ തൂക്കിയിടുന്നതായിട്ടുള്ള അലങ്കാരങ്ങൾ, തോരണങ്ങളെ കൊണ്ടും സമലങ്കൃതം, സമ്യക് അലങ്കൃതമാക്കി ചെയ്യിപ്പിച്ചു. തൻ്റെ ഭൃത്യന്മാരെ കൊണ്ട് മന്ത്രിമാർക്കും മറ്റുമൊക്കെ ആജ്ഞ കൊടുത്തും എല്ലാം ഇതൊക്കെ ചെയ്യിപ്പിച്ചു. പുരത്തെ അലങ്കരിച്ചു. മകളുടെ കല്യാണം ഗ്രാൻഡാവണം. സ്രഗ്ഗന്ധമാല്യാഭരണൈഃ വിരജോംബരഭൂഷിതൈഃ ജുഷ്ടം സ്ത്രീ പുരുഷൈ ശ്രീമദ്ഗൃഹൈർ അഗരുദൂപിതൈഃ. അപ്പോൾ അവിടെയുള്ള സ്ത്രീ പുരുഷന്മാരൊക്കെ എന്തൊക്കെ ചെയ്തു? അവരും അലങ്കൃതരായി, ജുഷ്ടരായി, സേവിതരായി. എങ്ങനെ? സ്രക്ക് ഗന്ധ മാല്യ ആഭരണൈഃ. സ്രക്ക് എന്ന് പറഞ്ഞാൽ മാലകള്, പൂമാലകള്, ഗന്ധം സുഗന്ധദ്രവ്യങ്ങൾ, ചന്ദനാദികള്, മാല്യങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മാലകൾ തന്നെയാണ്. ആഭരണൈഹി, ആഭരണങ്ങളെ കൊണ്ടും. വിരജ അംബര ഭൂഷിതൈഹി, വിരജം ശുദ്ധമായത് എന്നർത്ഥം, രജസ്സില്ലാത്തത്. ശുദ്ധമായിട്ടുള്ള അംബര ഭൂഷിതൈ, അംബരങ്ങൾ വസ്ത്രങ്ങൾ ധരിച്ചും, ഭൂഷിതം ആഭരണാദികൾ ധരിച്ചും, അങ്ങനെയുള്ള സ്ത്രീ പുരുഷൈഹി. അപ്പൊ സ്രഗ്ഗന്ധമാല്യാഭരണൈർ വിരജോംബരഭൂഷിതൈ സ്ത്രീ പുരുഷൈഹി ജുഷ്ടം. എന്ത്? പുരം. പുരം ജുഷ്ടം. പുരം ശോഭിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ഇവരെ കൊണ്ടൊക്കെ ശോഭിക്കുന്നു. ശ്രീമദ്ഗൃഹൈഹി അഗരുദൂപിതൈഹി. അഗരു എന്ന് പറഞ്ഞാൽ അഖില് എന്ന് പറയുന്ന സുഗന്ധദ്രവ്യം. അതുകൊണ്ട് ധൂപിതമായിട്ടുള്ള ശ്രീമത്തായ ഗൃഹങ്ങളെ കൊണ്ടും ജുഷ്ടം. അപ്പൊ ഗൃഹങ്ങളും എല്ലാം സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടും മറ്റും ശോഭിക്കുന്നു. അങ്ങനെ ആ കുണ്ടിനം എന്നുള്ളതായിട്ടുള്ള പുരം വേണ്ട പോലെ മംഗളകർമ്മത്തിന് രുക്മിണീദേവിയുടെ രാജകുമാരിയുടെ വിവാഹത്തിനായിക്കൊണ്ട് തയ്യാറാവുകയാണ് ഇദ്ദേഹത്തിന്റെ ആജ്ഞ കൊണ്ട്.
പിതॄൻ ദേവാൻ സമഭ്യർച്ച്യ വിപ്രാംശ്ച വിധിവം നൃപ ഭോജയിത്വാ യഥാന്യായം വാചയാമാസ മംഗളം. പിതॄൻ ദേവാൻ സമഭ്യർച്ച്യ വിപ്രാംശ്ച വിധിവം നൃപ ഭോജയിത്വാ യഥാന്യായം വാചയാമാസ മംഗളം. അപ്പൊ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിതൃക്കൾക്ക് വേണ്ടതായിട്ടുള്ള ശ്രാദ്ധാദികൾ ബലികൾ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ പിതൃശ്രാദ്ധങ്ങൾ, നാന്തി ശ്രാദ്ധം എന്നൊക്കെ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ദേവന്മാർക്കുള്ളതായിട്ടുള്ള ഹോമങ്ങളും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. സമഭ്യർച്ച്യ അവരെ വേണ്ട പോലെ പൂജിച്ചിട്ട് വിപ്രാംശ്ച വിധിവത് നൃപ വന്നു ചേരുന്ന ബ്രാഹ്മണരെ, വേദജ്ഞന്മാരായിട്ടുള്ളവരെയൊക്കെ ബഹുമാനിച്ച് അവരെയൊക്കെ സൽക്കരിച്ച് അവർക്കൊക്കെ സമ്മാനങ്ങളും ദക്ഷിണകളും ഒക്കെ കൊടുത്തും വസ്ത്രങ്ങളൊക്കെ കൊടുത്തും സമ്മാനിച്ച് ഭോജയിത്വ അവരെ ഭുജിപ്പിച്ച് അവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം ഭക്ഷണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഭുജിപ്പിച്ച് യഥാന്യായം വാചയാമാസ മംഗളം, ഓരോരുത്തരോടും മംഗളം ചൊല്ലിപ്പിച്ചു. വാചയാമാസ അവരൊക്കെ മംഗള ആശംസകൾ നേർന്നു എന്നർത്ഥം. ഈ കുമാരിക്ക് മംഗളമുണ്ടാകട്ടെ എന്ന് അവരെ കൊണ്ട് വചിപ്പിച്ചു. വാചയാമാസ എന്ന് പറഞ്ഞാൽ രാജാവ് ഇവർക്കൊക്കെ ദക്ഷിണയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ, സമ്മാനങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ വന്ന ബ്രാഹ്മണർ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ച് രാജാവിനും ഈ വിവാഹിതയാകാൻ പോകുന്ന കന്യകയെയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട്, പ്രജകൾക്കുമൊക്കെ ക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ട് ആശീർവചനങ്ങൾ ചെയ്യും. അപ്പൊ അങ്ങനെ ആശീർവാദങ്ങൾ അവർ മംഗളം വാചയാമാസ. അപ്പൊ യഥാന്യായം ഭോജയിത്വ എന്ന് കൂടി എടുക്കാം. യഥാന്യായം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഏത് രീതിയിൽ സൽക്കാരം ചെയ്യണോ, സൽക്കാരം ചെയ്യുമ്പോൾ എല്ലാവരെയും ഒരുപോലെ ചെയ്യല്ല വേണ്ട. പൂജ്യ പൂജക തരതമ ഭേദങ്ങളുണ്ട്. അതനുസരിച്ചാണ് വ്യവഹാരം. ഈ വ്യവഹാരത്തില് അദ്വൈതം വേണ്ട. പിന്നെ എവിടെയാണ് അദ്വൈതം? അദ്വൈതം ഭാവത്തിലാണ്. ഭാവാദ്വൈതം കുര്യാത്. മനസ്സിലെല്ലാം സമമായി എല്ലാറ്റിലും ഈശ്വരനെ കാണുക. എന്നാൽ വ്യവഹാരത്തില് ഓരോരുത്തരുടെ യോഗ്യതയനുസരിച്ച് വേണം അവരെ പൂജിക്കാൻ. ഏറ്റവും ശ്രേഷ്ഠന്മാരായവരെ നന്നായി പൂജിക്കുക, അവരുടെ താഴെയുള്ളവരെ അതിനനുസരിച്ച് പൂജിക്കുക, അതിലും താഴെയുള്ളവരെ അതിനനുസരിച്ച് പൂജിക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. ഒരു മഹാനായ ഗുരുവും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളൊക്കെ കൂടി വരുമ്പോൾ ഗുരുവിനെയും ശിഷ്യന്മാരെയും ഒരുപോലെയല്ല പൂജിക്കുക. ഗുരുവിനെ ഒന്ന് പ്രത്യേകമായിട്ട് പൂജിക്കും, ശിഷ്യന്മാരെ അതിന് തക്ക രീതിയിൽ പൂജിക്കും. ആ ശിഷ്യന്മാരിൽ തന്നെ മുതിർന്ന ശിഷ്യന്മാരുണ്ടാവും, ഇന്നലെ വന്ന് ചേർന്ന ശിഷ്യന്മാരുണ്ടാവും അല്ലേ. വർഷങ്ങളായി ഗുരുവിനെ സേവിച്ചുകൊണ്ട് ഗുരുവിന്റെ കൂടെ നടക്കുന്ന മുതിർന്ന ശിഷ്യന്മാരുണ്ടാവും, ഇന്നലെ വന്ന് ഗുരുകുലത്തിൽ വന്ന് ചേർന്നിട്ടുള്ള ശിഷ്യന്മാരുണ്ടാവും. എല്ലാവരെയും ഒരുപോലെയാണോ? അല്ല. അപ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് അവരുടെ യോഗ്യതകൾ, പാണ്ഡിത്യം ഇതെല്ലാം നോക്കിക്കൊണ്ട് അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് പ്രോട്ടോകോൾ. നമ്മളെപ്പോഴും ഈ എന്താ പറയുക, മതേതര രാഷ്ട്രം എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തിലും ഈ തരതമ ഭേദത്തിലാണ് പ്രോട്ടോകോൾ വെച്ചിരിക്കുന്നത് അല്ലേ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വരുന്ന അതേ രീതിയിലാണോ വൈസ് പ്രസിഡന്റ് വരുമ്പോൾ? അതേ രീതിയിലാണോ പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ? അതേ രീതിയിലാണോ മറ്റു മന്ത്രിമാർ വരുമ്പോൾ? ഗവർണർ വരുമ്പോൾ അതേ രീതിയാണോ? മുഖ്യമന്ത്രി വരുമ്പോൾ ഒരു രീതിയാണോ? അദ്ദേഹത്തിന്റെ താഴെയുള്ള മന്ത്രിമാര്, MLA-മാര്, MP-മാര്, ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് അല്ലേ. ഒരു സഭയില്, ഒരു പ്രദേശത്തിലെ MLA-യും MP-യും ഒരേപോലെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക? പ്രോട്ടോകോൾ അനുസരിച്ച് MP-ക്കാണ് പ്രാധാന്യം, MLA താഴെയാണ്. എന്താ കാരണം? MLA ഒരു മണ്ഡലേ ഉള്ളൂ, ഒരു അസംബ്ലി മണ്ഡലം. 7 അസംബ്ലി മണ്ഡലം ചേരുമ്പോഴാണ് ഒരു MP ആവുക. അപ്പോൾ പ്രാധാന്യം ആർക്കാണ്? അപ്പൊ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ എന്താ പറയുക, പണ്ടത്തെ ബൂർഷ്വ, ഫാസിസ്റ്റ് എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തരമാണ്. അത് തോന്നിയ വാസമാണ് അങ്ങനെ പറയുന്നത്. ഒരു വ്യവഹാരം നടക്കണമെങ്കിൽ അതിന് ചില ചിട്ടകൾ വേണം. ചിട്ടകളില്ലാതെ ഒരു വ്യവഹാരവും മര്യാദയ്ക്ക് നടക്കില്ല. എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞാൽ ആകെ കൂടി കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ആവും എല്ലാം. ഒരു ഡിസിപ്ലിനും ഉണ്ടാവില്ല.
അപ്പം അതിനാണ് പല ക്രമങ്ങൾ വെച്ചിരിക്കുന്നത്. ആ ക്രമമില്ലാത്തതിനെയാണ് അക്രമം എന്ന് പറയുന്നത്. അക്രമം, അരാജകത്വം ഒക്കെ ആയിത്തീരും. അപ്പം എവിടെയും വ്യവഹാരത്തിൽ എന്ത് വേണം? ഈ ഒരു വ്യവസ്ഥകൾ വേണം. ഒരു ഗൃഹത്തിലാണെങ്കിലും ഏത് കാര്യങ്ങൾ നടക്കുമ്പോഴും ആരെ ആദ്യം ബഹുമാനിക്കണം, ഏതേത് കാര്യങ്ങൾ ആരെ മുന്നേ ചെയ്യിക്കണം, ഇതൊക്കെ വേണം. ഇതൊന്നും ഇല്ലാതെ എല്ലാം സമമാണ്, എല്ലാം അദ്വൈതമാണ് എന്ന് പറഞ്ഞാൽ, എന്നാൽ അദ്വൈതമാണെങ്കിൽ നിങ്ങൾ അപ്പിപ്പോയി തിന്നെ എന്ന് പറയേണ്ടി വരും. നിനക്ക് ഭക്ഷണമില്ല, നീ കക്കൂസ് പോയി തിന്ന് എന്ന് പറയേണ്ടി വരും അവരോട്. അത്രയ്ക്ക് ആയിട്ടുണ്ടെങ്കിൽ അദ്വൈതം. ഭക്ഷണം കഴിക്കുന്നതിന് പകരം മറ്റിടത്ത് പോയി കഴിക്കുന്നവരാണെങ്കിൽ അവരും മഹാത്മാക്കളായി, എന്താ പറയുക, അവധൂതന്മാരായി, യോഗീശ്വരന്മാരായി, വ്യവഹാരത്തിന് അതീതരായി. അവർക്ക് പിന്നെ വ്യവഹാരത്തിൻ്റെ ആവശ്യവുമില്ല. ഇതാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ഈ ചിട്ടകൾ വേണം. ഇതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പൊതുസമൂഹത്തിൽ. ഈ എന്താ പറയുക, സർക്കാർ ചടങ്ങുകളിലൊക്കെ വെക്കുന്നുണ്ട്, പ്രോട്ടോക്കോളൊക്കെ പാലിക്കുന്നുണ്ട് കുറേയൊക്കെ. പൊതുസമൂഹം ഏത് കുടുംബ ചടങ്ങുകൾ, ക്ഷേത്ര ചടങ്ങുകൾ, ആശ്രമ ചടങ്ങുകൾ, ഇങ്ങനെയുള്ളതിലൊക്കെ ചിലപ്പോൾ അത് നോക്കുന്നില്ല. അറിവില്ലായ്മയാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. മുതിർന്നവർ അതാദ്യം പഠിക്കണം, എന്നിട്ട് താഴെയുള്ളവർക്ക് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ പറഞ്ഞു വന്നെന്താ? യഥാന്യായം ഭോജയിത്വം. യഥാന്യായം ഭോജയിത്വ, ഭുജിപ്പിക്കുന്നത് പോലും യഥാന്യായം എന്ന് പറഞ്ഞാൽ മുതിർന്ന മഹാത്മാക്കളെ ആദ്യം ഭുജിപ്പിക്കണം. അതിന് താഴെയുള്ളവരെ പിന്നാലെ ഭുജിപ്പിക്കണം ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ. കാരണം താഴെയുള്ളവരുടെ ഉച്ഛിഷ്ടമല്ല മുതിർന്നവർ കഴിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണോ ഈശ്വരന് പൂജ ചെയ്യുന്നതിന് മുമ്പ് ഈശ്വരന് വേണ്ടി ഉണ്ടാക്കിയ നിവേദ്യങ്ങളൊന്നും മറ്റുള്ളവരാരും ഭക്ഷിക്കാത്തത്, നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? ഈശ്വരനുള്ള നിവേദ്യം മാറ്റിവെച്ചിട്ട് ബാക്കി അടുപ്പത്തുനിന്ന് ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാമെന്ന് പറയൂ? നിവേദ്യം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, സമ്മതമല്ല. നിവേദ്യം വേറെ പാത്രത്തിൽ നിവേദിക്കാനായിട്ട് കൊണ്ടുപോയാലും പാത്രത്തിലുള്ളത് തൊടില്ല. നിവേദിച്ച് കൊണ്ടുവന്ന് ഈ പാത്രത്തിലേക്ക് അതിനെ ചേർത്ത് ഒന്നിച്ചിളക്കി പ്രസാദമാക്കിയിട്ട് നമ്മൾ വിതരണം ചെയ്യും. അതിനു മുമ്പ് അത് തൊടാൻ പാടില്ല. അപ്പം എന്തായി? ഭഗവാനുള്ളത് മാറ്റിവെച്ചു, പൂജ കഴിഞ്ഞിട്ടില്ല, ഈ പാത്രത്തിലുള്ളത് നമ്മൾ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാന് നമ്മൾ കൊടുക്കുന്നത് ഉച്ഛിഷ്ടമാണ്. അതേപോലെയാണ് മഹാത്മാക്കൾക്ക് കൊടുക്കുമ്പോഴും മുതിർന്നവർക്ക് കൊടുക്കുമ്പോഴും താഴെയുള്ളവരുടെ ഉച്ഛിഷ്ടമല്ല കൊടുക്കുക. ഇത് ഉറപ്പിക്കണം, നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം. എവിടെ പോയാലും പറയാൻ തയ്യാറാവണം, തുറന്ന് പറയണം. പൂച്ചയ്ക്കാര് മണികെട്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. ഏതെങ്കിലും ഒരു എലി മുന്നോട്ട് വന്ന് പൂച്ചയ്ക്ക് മണി കെട്ടിയേ മതിയാവൂ. ഞാൻ എവിടെ പോയാലും പറയുന്നത് കൊണ്ട് പിന്നെ എന്നെ അവിടേക്ക് വിളിക്കാറില്ല പലയിടത്തേക്കും. അതെനിക്ക് സന്തോഷം. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒരു ആശ്രമത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇല്ലേ? അവിടെയും ഞാൻ പറഞ്ഞിരുന്നു, അവിടെയുള്ളവരെയൊക്കെ ഫോൺ ചെയ്തും ഞാൻ പറഞ്ഞിരുന്നു. പിന്നീട് നല്ല ചീത്ത കൊടുത്തിരുന്നു. ഇപ്രാവശ്യം അവരുടെ വാർഷികം, 1ാം വാർഷികം സപ്താഹത്തോടുകൂടി ആചരിക്കുന്നുണ്ട്. ആദ്യം വിളിക്കുന്നത് എന്നെയാണ്. സ്വാമിജി വന്ന് ഈ യതിപൂജ നടക്കേണ്ട, അതിൽ യതിപൂജയ്ക്ക് മുമ്പ് സ്വാമിജി കൃത്യമായിട്ട് എന്താണ് യതിപൂജ, എന്തൊക്കെയാണ് അതിൻ്റെ ചടങ്ങുകളെന്നൊക്കെ എല്ലാവരെയും നാട്ടുകാരെ കേൾപ്പിച്ച് പറയണം. അതിനുവേണ്ടി സ്വാമിജിക്ക് പ്രത്യേകം സമയം നീക്കി വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് സ്വാമിജി വരാതിരിക്കരുത് എന്ന് പറഞ്ഞ് കെഞ്ചുകയാണ്. ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം തിരുത്താൻ തയ്യാറാവുമ്പോൾ നമ്മൾ അതല്ലേ വേണ്ടത്, നമ്മൾ പോയി പറഞ്ഞു കൊടുക്കാമെന്ന്. ഈ മെയ് 20-ാം തീയതിയാണ് തോന്നുന്നു, 20-ഓ 22-ഓ ഓർമ്മയില്ല, നോട്ടീസ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സപ്താഹം 10:30 മണിക്ക് ഞങ്ങൾ സമർപ്പിക്കാം.
11:30 മണിക്ക് യതിപൂജയ്ക്ക് മുമ്പായിട്ട് സ്വാമിജി ഇതെല്ലാം പറയണം. എന്നിട്ട് യതിപൂജ, എന്നിട്ട് യതികൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമേ ബാക്കിയുള്ളവർ കഴിക്കൂ. അത് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ യതികൾക്ക് മാത്രം ബാധകമായിട്ടുള്ളതല്ല. നമ്മൾ സമൂഹത്തിൽ മുതിർന്നവർ, വൃദ്ധർ, അവരെയൊക്കെ പരിഗണിക്കണം. അസുഖമുള്ളവർ, ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, അവരെയൊക്കെ നമ്മൾ പരിഗണിക്കണം. അത് കഴിഞ്ഞിട്ടാണ് യൗവനയുക്തരായിട്ടുള്ളവർ, ആരോഗ്യമുള്ളവർ എല്ലാം ഭക്ഷണം കഴിക്കേണ്ടത്. ഇതാണ് യഥാ ന്യായം. യഥാന്യായം ഭോജയിത്വ മംഗളം വാചയാമാസ. അവരെ കൊണ്ടൊക്കെ മംഗളം വചിപ്പിക്കും. അവർ സന്തോഷിച്ചാലേ അവർ മംഗളം പറയുള്ളൂ, അല്ലെങ്കിൽ ശപിച്ചിട്ട് പോവും, അല്ലേ? അപ്പൊ യഥാവിധി ചെയ്താലേ അവർ സന്തോഷിക്കുള്ളൂ. ഒരു യോഗ്യനായിട്ടുള്ള ഒരു മഹാത്മാവിനെ നിന്ദിച്ചുകൊണ്ട് മറ്റൊരാളെ, അയോഗ്യനെ വളരെ വന്ദിക്കുകയും ചെയ്താൽ ഈ യോഗ്യനായിട്ടുള്ള ആളുടെ മനസ്താപം ഉണ്ടാവും. അയാൾ അനുഗ്രഹിക്കുകയല്ല, ശപിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആർക്കാണ് യോഗ്യത, ആരാണ് അതിൽ താഴെയുള്ളത് എന്നൊക്കെ അറിയാൻ അതിനും സെൻസ് വേണം. അതും ഇല്ലല്ലോ ഇപ്പോൾ. വേഷവും മോടിയും, ആരാണ് വലിയ കാറിൽ വരുന്നത്, ആരുടെ കൂടെയാണ് കുറെ ശിങ്കിടികളുള്ളത്, ആരാണ് ധനികൻ എന്നൊക്കെ നോക്കിയിട്ടല്ല ഒരാളെ പൂജിക്കേണ്ടത്. അയാളുടെ എന്താ പറയുക, അറിവ്, തപസ്, സമൂഹത്തിന് അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരാളെ വിലയിരുത്താനായിക്കൊണ്ട്. ജ്ഞാനവൃദ്ധർ, തപോവൃദ്ധർ, വയോവൃദ്ധർ, ശീലവൃദ്ധർ, ഇങ്ങനെ 4 തരത്തിലുള്ള വൃദ്ധിയെ നോക്കിക്കൊണ്ട് വേണം ആളുകളെ പൂജിക്കാനായിക്കൊണ്ട്. അല്ലാതെ വേഷം കെട്ടി നടക്കുന്നവരെ അല്ല. ശരി. സുസ്നാതാം സുദതീം കന്യാം കൃതകൗതുകമംഗളാം അഹതാം ശുഗയുഗ്മേന ഭൂഷിതാം ഭൂഷണോത്തമൈഃ. സുസ്നാതാം സുദതീം കന്യാം കൃതകൗതുകമംഗളാം അഹതാം ശുഗയുഗ്മേന ഭൂഷിതാം ഭൂഷണോത്തമൈഃ. ആ മംഗളം ആശംസിക്കുന്ന സമയത്ത് ആ ദേവി കന്യക എങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നത്, ആ ദേവിയെ വർണ്ണിക്കുകയാണ്, രുക്മിണിയെ വർണ്ണിക്കുകയാണ്. ഇവരുടെയൊക്കെ ആശീർവാദങ്ങൾ വാങ്ങിക്കാനായിട്ട് സുസ്നാതാം, സുസ്നാതാം നന്നായി സ്നാനം ചെയ്തവൾ, നന്നായി കുളിച്ച് ശുദ്ധമായിട്ടുള്ളവൾ, സുദതീം നല്ല പല്ലുള്ളവൾ എന്ന് പറഞ്ഞാലോ, നല്ലോണം പല്ല് തേച്ച് സുന്ദരമായി നല്ല മന്ദസ്മിതത്തോടു കൂടിയവളായിട്ട്, പുഞ്ചിരിയോട് കൂടിയവളായിട്ട്, ശോഭനങ്ങളായ ദന്തങ്ങളോട് കൂടിയവൾ സുദതി. കൃത കൗതുകമംഗളാം, ചെയ്യപ്പെട്ട കൗതുകം എന്നുള്ള മംഗളത്തോട്, എന്ന് വെച്ചാൽ ഒരു വധുവിന് എന്തെല്ലാം പ്രത്യേകമായിട്ടുള്ള അലങ്കാരങ്ങളും മംഗളദ്രവ്യങ്ങളും ഒക്കെ ചാർത്തണം എന്നൊക്കെ നിയമങ്ങളുണ്ട്. അതൊക്കെ ചാർത്തിക്കൊണ്ട് കൃത കൗതുകമംഗളാം അഹത അംശുകയുഗ്മേന ഭൂഷണോത്തമൈ ഭൂഷിതാം. അംശുകയുഗ്മ, അംശുകം എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രം, യുഗ്മം 2. അപ്പോൾ എന്താ പറയുക, വേഷ്ടി, ഉത്തരീയ, അങ്ങനെയുള്ള യുഗ്മം. അത് അഹതം എന്ന് പറഞ്ഞാൽ മുറിക്കാത്തത് എന്നാണ്, ഹനിക്കാത്തത്. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് വരും. മേൽവേഷ്ടിയും മറ്റേ വേഷ്ടിയും തമ്മിൽ കട്ട് ചെയ്ത് മുറിച്ചിട്ടുണ്ടാവില്ല, രണ്ടും കൂടിയിട്ട് ഒന്നിച്ച് ചുറ്റിയിട്ടുണ്ടാവും. അതാണ് അഹത അംശുക യുഗ്മേന, ഇണമുറിയാത്ത കോടിപ്പുടവ കൊണ്ട് എന്നർത്ഥം. അതുപോലെ ഭൂഷണോത്തമൈഹി ഭൂഷിതാം, ഉത്തമ ഭൂഷണങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടവളും നല്ല ആഭരണാദികളൊക്കെ ധരിച്ചവളുമായിട്ടുള്ള കന്യാം മംഗളം വാചയാമാസ എന്ന് പൂർവ്വ ശ്ലോകത്തോട് ബന്ധം. അങ്ങനെയുള്ള കന്യകയെ മംഗളം വചിപ്പിച്ചു, അല്ലേ? സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോദന്തിവാജി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു വിജയോസ്തു രിപുക്ഷയോസ്തു സന്താനമസ്തു സതതം ഹരിഭക്തിരസ്തു. ഇങ്ങനെയുള്ള ആശീർവചനങ്ങൾ, അല്ലേ?
ദീർഘസുമംഗലീഭവ, പുത്രവതീഭവ, ആയുഷ്മതീഭവ, ഇങ്ങനെയൊക്കെയുള്ള ആശംസകൾ ഓരോരുത്തരും ആ കന്യകയ്ക്ക് ചെയ്തു, സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ച്. ചക്രുസാമർഗ്യജുർമന്ത്രൈഃ വദ്വാരക്ഷാം ദ്വിജോത്തമാഃ പുരോഹിതോ ദർവവിദ്വൈ ജുഹാവ ഗ്രഹശാന്തയേ. ചക്രുസാമർഗ്യജുർമന്ത്രൈഃ വദ്വാരക്ഷാം ദ്വിജോത്തമാഃ പുരോഹിതോ ദർവവിദ്വൈ ജുഹാവ ഗ്രഹശാന്തയേ. ഇപ്പോൾ 4 തരം വേദങ്ങളുടെ പുരോഹിതന്മാരും ഉണ്ട്. അതാണ് ഇവിടെ ചക്രു എന്ന് പറഞ്ഞാൽ ചെയ്തു, 4 കൂട്ടരും ചെയ്തു എന്നർത്ഥം. ഏകവചനം ചകാര, ഇവിടെ ബഹുവചനം ചക്രുഹു, ചെയ്തു. എന്ത് ചെയ്തു? ദ്വിജോത്തമാഹ, ബ്രാഹ്മണോത്തമന്മാർ, സാമ ഋക്ക് യജുർമന്ത്രൈഹി, 3 വേദങ്ങളെ പറഞ്ഞു. സാമവേദം, ഋഗ്വേദം, യജുർവേദങ്ങളിലെ മന്ത്രങ്ങളെ കൊണ്ടും, വദ്വാഹ രക്ഷാം ചക്രുഹു, വധുവിന് രക്ഷയെ ചെയ്തു. അപ്പൊ രക്ഷാമന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് ഈ 3 വേദങ്ങളെ ഉച്ചരിച്ചു ആ വേദജ്ഞന്മാരായിട്ടുള്ളവർ. അഥർവവിത് പുരോഹിത ഗ്രഹശാന്തയെ ജുഹാവ. അഥർവവിത്, അഥർവവേദം അറിയുന്ന പണ്ഡിതൻ, അഥർവവേദം കൈകാര്യം ചെയ്യുന്ന പുരോഹിതൻ, അദ്ദേഹം, ആ പുരോഹിത ഗ്രഹശാന്തയെ ജുഹാവ, ഗ്രഹശാന്തി, അപ്പൊ നവഗ്രഹ ശാന്തിക്കായിക്കൊണ്ട് നവഗ്രഹ ഹോമം മുതലായത് നടത്തി എന്നർത്ഥം. അപ്പോൾ എന്താ പറയുക, രക്ഷയ്ക്ക് അന്തരീക്ഷത്തിലുള്ള ഗ്രഹങ്ങൾ, അതുപോലെ ചുറ്റുപാടുള്ള എന്താ പറയുക എല്ലാതരം ബാധകളെയും ഗൃഹത്തിലുള്ളതായിട്ടുള്ള വാസ്തുപുരുഷനെയും എല്ലാം സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം അഥർവവേദിയാണ് ചെയ്യുക. ആ അഥർവവിത്തായിട്ടുള്ള പുരോഹിതനെ കൊണ്ട് ഹോമം ചെയ്യിച്ചു എന്നർത്ഥം. ഗ്രഹശാന്തയേ. ചക്രുസ്സാമർഗ്യജുർമന്ത്രൈർവദ്വാരക്ഷാന്തിജോത്തമാഃ പുരോഹിതോ അഥർവവിദ്വൈ ജുഹാവ ഗ്രഹശാന്തയേ. ഇതൊക്കെ എല്ലാ ഹിന്ദു വിവാഹങ്ങളിലും തിരിച്ചു കൊണ്ടുവരേണ്ട ചടങ്ങുകളാണ്. നമ്മളത് ഇപ്പം ഈ വരുന്ന 18-ാം തീയതി മെയ് 18-ന് ഞായറാഴ്ച തോന്നും, അതെ, പാലക്കാട് നമ്മൾ കുംഭമേളയിൽ വെച്ച് അഭിഷിക്തനായ മഹാമണ്ഡലേശ്വര ശ്രീ ആനന്ദ വനം ഭാരതി സ്വാമികൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു ഹിന്ദു മഹാസമ്മേളനമായിട്ട് ഈ മഹാമണ്ഡലേശ്വരനെ കൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തിക്കുന്നുണ്ട്. ഹിന്ദു സമൂഹത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട്, ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാമുണ്ട്. ഈ വിവാഹ വേളകളിൽ, മംഗളകർമ്മങ്ങൾ ചെയ്യുന്ന വേളകളിലൊക്കെ മത്സ്യമാംസാദികൾ റിസപ്ഷനും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് വിളമ്പാതിരിക്കുക. അല്ലെ, വിവാഹം 2 or 3 ദിവസമൊക്കെ നടത്തുമ്പോൾ അതിൽ ഇതൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഉമാമഹേശ്വര പൂജ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ പൂജ, ഇങ്ങനെയുള്ള പൂജകളോ ഹോമങ്ങളോ ഒക്കെ നടത്തുക. ഒരു പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറയുന്നത് പോലെ വിവാഹങ്ങൾ ചടങ്ങുകളൊക്കെ നടത്തുക. അല്ലാതെ ക്യാമറാമാൻ പറയുന്നത് പോലെയല്ല വേഷം കെട്ടേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡിസിപ്ലിൻ ഉണ്ടാക്കി കൊണ്ടുവരണം. അല്ലാതെ തോന്നിയ വാസം കാണിക്കുകയല്ല വിവാഹവേദികൾ. അത് കല്യാണമാണ്, മംഗളകർമ്മമാണ്, അതിനെ അമംഗളമാക്കാൻ പാടുള്ളതല്ല. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും വേദിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യമാണെങ്കിലും എല്ലാം കുറച്ച് കാര്യങ്ങൾ സന്ദേശമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് നമ്മൾ സന്ദർഭം വരുമ്പോൾ വേണ്ടിടത്ത് എല്ലാവർക്കും വേണ്ട ട്രെയിനിങ് കൊടുക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ നശിച്ചു പോകരുത് ഹിന്ദു സമൂഹം. മറ്റ് മതസ്ഥരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവർക്ക് വേണ്ടി മത്സ്യമാംസാദികൾ വെച്ച് വിളമ്പുക അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഈ ഏതൊക്കെ മൃഗങ്ങളെ ഹിംസിക്കുന്നുവോ ആ മൃഗങ്ങളുടെ ശാപം ഈ ദമ്പതികളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് സന്തതികൾ ഉണ്ടാവില്ല.
അവർക്ക് അകാലത്തിൽ മരണങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ വിവാഹ മോചനത്തിലേക്ക് അവരെത്തിച്ചേരാം. ഇതൊക്കെ മനസ്സിലാക്കണം ആളുകൾ. ഈ മൃഗങ്ങളെ കൊന്ന് അതിൻ്റെ ശാപത്തോടു കൂടിയതായിട്ടുള്ള ഭക്ഷണം കുറേ ആളുകൾക്ക് കൊടുക്കുമ്പോൾ ആ മൃഗങ്ങൾ ആരെ ശപിക്കുക? അതിന് നിമിത്തമായിട്ടുള്ള ദമ്പതികളെ. ഇവരുടെ കല്യാണത്തിനല്ലേ ഞങ്ങളെ കൊന്നത്, ഇവർ ഗതി പിടിക്കാതെ പോകട്ടെ, ഇവർക്ക് സന്തതികളില്ലാതെ പോകട്ടെ എന്നൊക്കെ ശാപമുണ്ടാകും. ഇത് നമ്മൾ പറഞ്ഞു തന്നെ പേടിപ്പിക്കുക തന്നെ വേണം. അല്ലാതെ മര്യാദയ്ക്ക് പറഞ്ഞാലൊന്നും നമ്മുടെ ആൾക്കാർ കേൾക്കാൻ പോകുന്നില്ല. അപ്പം നല്ല രീതിയിൽ പറഞ്ഞ് പേടിപ്പിക്കണം. ഇതിങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കുന്നതായിട്ടുള്ള വിവാഹമോചനങ്ങളും വന്ധ്യതയും അസ്വസ്ഥതകളും എല്ലാറ്റിനും കാരണം, പല രോഗങ്ങൾ വരുന്നതും എല്ലാം കൊണ്ടും ദാരിദ്ര്യാദികളൊക്കെ വന്നു ചേരുന്നതിനൊക്കെ കാരണം ഈ ഹിംസ നടത്തിയിട്ടുള്ള കല്യാണങ്ങളാണ്. അതുകൊണ്ട് കല്യാണങ്ങൾ, പിറന്നാളുകൾ, ഓണം, വിഷു, തിരുവാതിര മുതലായ വിശേഷ ദിവസങ്ങൾ ഇതിലെങ്കിലും ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് മൃഗങ്ങളെ ഹിംസിച്ച് ഭക്ഷണം കൊടുക്കരുത്. മാംസബുക്കുകൾ ഉണ്ടാവാം, അവർക്ക് സ്വകാര്യമായിട്ട് അവരുടെ ആവശ്യത്തിന് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം. ആരുടെയും സ്വന്തം ഭക്ഷണ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റില്ല. മനുഷ്യൻ സസ്യബുക്കുണ്ട്, മാംസബുക്കുണ്ട്, മിശ്ര ബുക്കുണ്ട്, എല്ലാ ബുക്കുണ്ട്. അത് പ്രാചീന കാലത്ത് കൃഷിയൊന്നും ചെയ്യാതിരുന്ന കാലത്ത് വേട്ടയാടി തിന്ന് വന്നിട്ടുള്ളവരാണ് മനുഷ്യർ. മൃഗങ്ങളെ ഓടിച്ചിട്ട് പിടിച്ചും കുന്തവും വാളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വെട്ടി വീഴ്ത്തിയും അവൻ്റെ കായിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് പല മൃഗങ്ങളെയും കീഴ്പ്പെടുത്തി അങ്ങനെ കൊന്നു തിന്ന സംസ്കാരമുള്ളവരാണ് പൂർവികരായിട്ടുള്ള മനുഷ്യർ എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. ആയിക്കോട്ടെ, ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം ഭക്ഷണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അന്ന് ഭക്ഷണം ദുർലഭമായിരുന്നു. ഏതെങ്കിലും ദിവസം കഴിച്ചാൽ ഈ മൃഗങ്ങളെ പോലെ തന്നെ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. അന്ന് കാലത്ത് വേട്ടയാടി നടക്കുന്ന കാലത്ത് കൃഷിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് കഴിച്ചാൽ ഇനി എത്ര ദിവസം കഴിഞ്ഞ് ഭക്ഷണം കിട്ടുന്ന അറിയില്ല. അപ്പോൾ അതിനുള്ള സംഭരിക്കൽ കൂടിയാണ്. ദേഹത്തിൽ സംഭരിച്ച് ദേഹത്തെ ശക്തിപ്പെടുത്തി പെരുമ്പാമ്പിനെ പോലെ കൊഴുപ്പ് നിറച്ചു വെക്കുക. ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഭക്ഷണം കിട്ടിയുള്ളൂ എന്ന് വരും, ഒരാഴ്ച കഴിഞ്ഞിട്ടേ കിട്ടിയുള്ളൂ എന്ന് വരും. ആ കാലത്ത് അങ്ങനെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ സംസ്കാരമുള്ളവർ, സിവിലൈസ്ഡ് എന്ന് പറയുന്ന ആളുകൾ അതേ വേട്ടക്കാരെ പോലെ തന്നെ ജീവിക്കുകയാണെങ്കിൽ എന്താ പറയുക? ഒട്ടും പുരോഗമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പുരോഗമനം എന്നുള്ളത് അവനവൻ്റെ ജീവിതത്തിലെ സിംപ്ലിസിറ്റിയാണ്. ജീവിതം ഏറ്റവും ലളിതമാക്കലാണ് പുരോഗമനം. ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ട് ജീവിക്കാൻ, കൂടുതൽ ഹിംസിക്കാതെ, ആരെയും ഉപദ്രവിക്കാതെ സന്തോഷമായിട്ട് യദൃച്ഛാലാഭ സന്തുഷ്ടരായിട്ട് ജീവിക്കാൻ പഠിക്കലാണ് യഥാർത്ഥ പുരോഗമനം, പുരോഗതി. അതിലേക്കാണ് നമ്മൾ ആളുകളെ കൊണ്ടുവരേണ്ടത്. അല്ലാതെ രാക്ഷസന്മാരായി വളർത്തുകയല്ല. അപ്പോൾ അതൊക്കെ പറയാമുണ്ട് എന്ന് പറയാം, ചുരുക്കി പറയാമുണ്ട്. അപ്പോൾ അത് നമുക്ക് നടപ്പിൽ വരുത്തണം. നമ്മൾ ഓരോരുത്തരും അതിന് മനസ്സിലാക്കണം. ഞങ്ങൾ ചിലർ വിചാരിച്ചുകൊണ്ടൊന്നും നടക്കില്ല. ഞങ്ങൾക്ക് മക്കളുമില്ല, കല്യാണം നടത്താനുമില്ല. കല്യാണം നടത്തുന്ന കേൾക്കുന്ന നിങ്ങളാണ് ഇതൊക്കെ കേൾക്കുകയും ശടിച്ച് പറയണം. മത്സ്യമാംസാദികൾ വിളമ്പുന്ന കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ പറയാറുണ്ട്, ഇവിടെ പലരും നമുക്ക് വളരെ ഇതായിട്ടുള്ള ആചാര്യ സമാനന്മാരായിട്ടുള്ള ആളുകളൊക്കെ വന്ന് വിളിക്കും. അപ്പം ഞാൻ ചോദിക്കും, എങ്ങനെയൊക്കെയാണ് പരിപാടികൾ? നമ്മൾ പോണില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരൂല്ല. ഞങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിലും അത്രയും നിർബന്ധിച്ച് വിളിക്കുമ്പോൾ നമ്മൾ പോകണമെങ്കിൽ നമ്മളെ ആ രീതിയിൽ അവിടെ ബഹുമാനിക്കണം. നമ്മൾ പറഞ്ഞത് കേൾക്കണം. അപ്പോൾ നിങ്ങളും അതുപോലെ പറയാൻ തയ്യാറാവും. തുറന്ന് പറയണം. അതുകൊണ്ട് ഇതുകൊണ്ട് ബൊഫയാണ്, നിങ്ങൾക്ക് വേണ്ടത് എടുത്താൽ മതി
അത് പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ചക്രുസാമർയജുർമന്ത്രൈർവധ്വാരക്ഷാം ദ്വിജോത്തമാഃ പുരോഹിതോദർവവിദ്വൈജുഹാവഗ്രഹശാന്തയേ ഹിരണ്യരൂപ്യവാസാംസി തിലാംശ്ച ഗുഡമിശ്രിതാൻ പ്രാദാദ്ധേനൂശ്ച വിപ്രേഭ്യോ രാജാ വിധിവിദാംബരഃ. ഹിരണ്യരൂപ്യവാസാംസി തിലാംശ്ച ഗുഡമിശ്രിതാൻ പ്രാദാദ്ധേനൂശ്ച വിപ്രേഭ്യോ രാജാ വിധിവിദാംബരഃ. വിധിവിദാംബരഃ രാജ, വിധിവിത്തുക്കളിൽ ശ്രേഷ്ഠനാണ്. എന്തൊക്കെയാണ് ഓരോ കാര്യത്തിനുള്ള വിധി എന്ന് നല്ലതുപോലെ അറിയാവുന്ന ആളാണ് ഭീഷ്മക രാജാവ്. അദ്ദേഹം എന്ത് ചെയ്തു? വിപ്രേഭ്യ, ബ്രാഹ്മണർക്കായിക്കൊണ്ട് ഹിരണ്യരൂപ്യ വാസാംസി, ഹിരണ്യം സ്വർണം, രൂപ്യം വെള്ളി, വാസാംസി വസ്ത്രങ്ങൾ. അപ്പോ സ്വർണം, വെള്ളി, വസ്ത്രങ്ങൾ മുതലായവയും ഗുഡമിശ്രിതാൻ തിലാഞ്ച ധേനൂഹു ച പ്രാദാത്, ഗുഡമിശ്രിതാൻ തിലാൻ, ഗുഡം ഗുളം എന്നൊക്കെ പറയുന്നത് ശർക്കര, വെല്ലം. ആ വെല്ലത്തോടു കൂടി അഥവാ ശർക്കരയോട് കലർന്നിട്ടുള്ള തിലം എന്ന് പറഞ്ഞാൽ എള്ള്. അപ്പോൾ എന്താ പറയുക, എള്ളുണ്ട എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെയുള്ള ഇത് പലഹാരങ്ങളായിട്ട് കൊടുക്കുന്നു. അതുപോലെ ധേനൂഹു പ്രാദാത്, ധേനുക്കളെയും പശുക്കളെയും ദാനം ചെയ്തു എന്നർത്ഥം. അപ്പോൾ ബ്രാഹ്മണർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭോജനങ്ങളും ധേനുക്കളെയും ആഭരണങ്ങളെയും വസ്ത്രങ്ങളെയും ഒക്കെ യഥേഷ്ടം ദാനം ചെയ്തു. ഏവം ചേതിപതി രാജാതമഘോഷസ്തുതായ വൈ കാരയാമാസമന്ത്രജ്ഞൈഃ സർവം അഭ്യുദയോജിതം. ഏവം ചേതിപതി രാജാതമഘോഷഃ സുതായ വൈ കാരയാമാസമന്ത്രജ്ഞൈഃ സർവം അഭ്യുദയോജിതം. ഏവം, ഇപ്രകാരം തന്നെ ചേതിപതി രാജാതമഘോഷഃ, നമ്മുടെ ശിശുപാലന്റെ അച്ഛൻ, ചേതി രാജ്യത്തിന്റെ രാജാവായിട്ടുള്ള ദമഘോഷൻ സുതായ, മകനായിക്കൊണ്ട്, മകന് ശ്രേയസ്സുണ്ടാവാൻ, സർവം അഭ്യുദയോചിതം, അഭ്യുദയത്തിന് ഉചിതമായ കാര്യങ്ങള് മന്ത്രജ്ഞൈഹി കാരയാമാസ, എല്ലാ കാര്യങ്ങളിലും മന്ത്രങ്ങൾ അറിയുന്നവരെ കൊണ്ട്, യോഗ്യരായിട്ടുള്ള പണ്ഡിതന്മാരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു എന്നർത്ഥം. അപ്പൊ ഇവിടെ വരന്റെ ഭാഗത്തും ഇതേപോലെയുള്ളതായിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അച്ഛൻ ദമഘോഷൻ നടക്കുന്നുണ്ട്. മദച്ഛുദ്ഭിർഗജാനീകൈഃ സ്യന്തനൈർഹേമമാലിഭിഃ പത്യശ്വസങ്കുലൈ സൈന്യൈഃ പരീതകുണ്ഡിനം ജയൗ. മദച്ഛുദ്ഭിർഗജാനീകൈഃ സ്യന്തനൈർഹേമമാലിഭിഃ പത്യശ്വസങ്കുലൈ സൈന്യൈഃ പരീതകുണ്ഡിനം ജയൗ. ആ ചേതി രാജാവായ ദമഘോഷൻ കുണ്ഡിനപുരിയിലേക്ക് വന്നു എന്ന് പറയണം, യാത്രയായി. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ രാജ്യത്ത് വെച്ച് തന്നെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു. മകന് വേണ്ടി, അഭ്യുദയത്തിന് വേണ്ടി നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് പിന്നീട് വാഹനങ്ങളിൽ 4 സൈന്യങ്ങളോടുകൂടി, 4 തരം സൈന്യങ്ങളോടുകൂടി യാത്രയായി. ഹേമമാലിഭിഹി സെന്തനൈഹി, സ്വർണമാലകൾ അലങ്കരിക്കപ്പെട്ട രഥങ്ങളെ കൊണ്ടും, മതച്ഛുദ്ഭിഹി ഗജാനീകൈഹി, മതം ചെവിക്കുന്ന, മതമൊഴുകുന്ന, മതജലം ഒഴുകുന്നതായിട്ടുള്ള ഗംഭീര ഗജസേനകളെ കൊണ്ടും, ഗജാനീകം ആനപ്പടകളാലും, പത്യശ്വസങ്കുലൈഹി, പത്തി എന്ന് പറഞ്ഞാൽ കാൽനടയായി സഞ്ചരിക്കുന്ന സൈന്യം, കാലാൾ. അശ്വം എന്ന് പറഞ്ഞാൽ കുതിരപ്പട. അപ്പൊ അങ്ങനെയുള്ള അശ്വസങ്കുലൈഹി, അപ്പൊ എന്തായി? രഥങ്ങളായി, ആനകളായി, പത്തിയായി, അശ്വങ്ങളായി, ചതുരംഗ സൈന്യങ്ങളോടുകൂടെ, സൈന്യൈഹി പരീത, സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട്, കുണ്ഡിനം ജയൗ, കുണ്ഡിനത്തേക്ക് യാത്രയായി എന്ന് പറയണം. നമുക്ക് ബാക്കി നാളെ കാണാം. ഭഗവാനുമൊക്കെ അവിടെ എത്തുന്ന കഥയൊക്കെ നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവരെയും നാളെ കാണാം. ഇന്ന് വൈകിട്ടൊരു മീറ്റിങ്ങും ഒരു പൂജയും. ഹരി ഓം.